ഒരാളാണെന്ന് അർത്ഥം. അതിന്റെ ഗവേഷണങ്ങളും അതിന്റെ ഫീൽഡ് വർക്കും എല്ലാം, ഫീൽഡ് വർക്കും ഐഡന്റിഫിക്കേഷനും പേപ്പർ പബ്ലിക്കേഷനും ഒക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഭക്ഷണം കഴിക്കുന്ന പോലെയോ ഉറങ്ങുന്നത് പോലെയോ ഒക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മുഖം വലിഞ്ഞു മുറുകയോ വളരെ അത്ഭുതം കൂറുകയോ നവരസങ്ങൾ പ്രകടമാവുകയോ ചെയ്യില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. ഇതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഗവേഷണം ചെയ്യാൻ വരുമ്പോൾ എൻ്റെ അടുത്തൊക്കെ PhD മറ്റേ ഇതിനൊക്കെ ഗവേഷണം ചെയ്യാനൊക്കെ കുട്ടികൾ വരുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ റോഡിന്റെ പക്കത്ത് തോടിന്റെ പക്കത്ത് നിന്ന് പോയിട്ട് മീനിന്റെ പേര് വിളിക്കുക ചെയ്യാം. കയ്യിലിറങ്ങി മീൻ പിടിക്കുന്ന പരിപാടി ഒരു കുട്ടികൾക്കും ഇല്ല. പുഡിയസ് ഡെനിസോണി, ഫിലമെന്റോസസേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതാണ് ഇവരുടെ പരിപാടി. മീൻ പിടിക്കുന്ന ഇത് കണ്ടോ, ഭീഷണം. ഇത് കാരണം കൊണ്ട് എനിക്ക് ഗവേഷണം കൊണ്ട് ഒരു നല്ല പെൺകുട്ടിയെ കൂടി നഷ്ടമായെന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം കാണിച്ചത്. ഞാൻ നന്നായിട്ട് മീൻ പിടിക്കുമായിരുന്നു, വല വീശിയൊക്കെ മീൻ പിടിക്കുമായിരുന്നു. ഭൂരിഭാഗം സമയം ഞാൻ വെള്ളത്തിലും പുഴയിലും ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയാണ് അവിടെ KFRAയിൽ പറയുക. ഇടയ്ക്ക് ഞാൻ പാമ്പിനെ പിടിച്ചിരുന്നു. അന്ന് പാമ്പിനെ പിടിക്കുന്നവരെ വാവ എന്ന് വിളിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ വാവ ഷാജി ആയാൽ എനിക്കാണെങ്കിൽ ആ പേര് ചേരുകയും ചെയ്യും. വാവ ഷാജി എന്നൊന്നും വിളിച്ചിരുന്നില്ല. പത്രത്തിലൊക്കെ എന്നെ സപ്ലിമെന്റിലൊക്കെ, മനോരമ സപ്ലിമെന്റിലൊക്കെ വലിയ വാർത്തയായിട്ടൊക്കെ തന്നെ വന്നിരുന്നു, ഷാജിയെ പാമ്പിന് പേടിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പാമ്പിനെ പിടിച്ച് പ്രശസ്തിയായി മീനെ പിടിച്ച് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പീച്ചിയിൽ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോയത്. നല്ല കുട്ടിയാണ് ഉള്ളത്, എന്തെങ്കിലും ദോഷം പറയരുതല്ലോ. ആ പെണ്ണിന്റെ വീട്ടുകാർ തിരിച്ച് അന്വേഷിച്ചു വന്നു, ഡോക്ടർ ജോമിയൊക്കെ അവിടെ ഉണ്ടെന്ന്. KFRAയിലുള്ള സമയമാണ്. അപ്പൊ അവര് വന്നിട്ട് അവര് ചോദിച്ചു, എങ്ങനെയുണ്ട് ഷാജിയുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഫുൾ ടൈം വെള്ളത്തിലാണ്, ഇടയ്ക്ക് പാമ്പായിട്ട് വരുമെന്ന്. പെണ്ണിന്റെ വീട്ടുകാർ സമ്മതിക്കൂ? അങ്ങനെ കല്യാണം പോയി, അവർ രക്ഷപ്പെട്ടു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും ബോട്ടണി പഠിപ്പിക്കുന്നവരെ, ബോട്ടണി അധ്യാപകരായിരിക്കും. നമ്മളെല്ലാവരും സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള, ഇവിടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പൊതുവെ തൃശ്ശൂർ ജില്ലയിലൊക്കെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുവെ പങ്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ അടുത്തൊരു പൂവിനെ ഐഡന്റിഫൈ ചെയ്യാൻ കൊടുക്കും, ഇലകളടക്കമൊക്കെയാണ് കൊടുക്കുക. അവരത് ആ പൂവിനെ നോക്കും, അത് പോളിസെപ്പലസ് ആണോന്ന് പറയും, ഗാമോസെപ്പലസ് ആണോന്ന് നോക്കും, പോളിപെറ്റാലയാണെന്ന് നോക്കും, പെറ്റൽസ് നോക്കും, കാർപ്പൽസ് നോക്കും, ആൻഡ്രേഷ്യൻ നോക്കും, ഗൈനോഷ്യൻ നോക്കും. ഇനി എൻ്റെ ഉള്ളിലുള്ളതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നോക്കി അവസാനം പിച്ച് ചെയ്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് ഇതൊക്കെ കൂടി കൊണ്ടുപോയി കളയാൻ പോണ നേരത്ത് പറയും അതിന്റെ പേര് ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നായിരുന്നു. അത്രയല്ലേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ആ ശാസ്ത്രനാമത്തോടു കൂടി നമ്മുടെ പഠനം അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പൂവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അതിന്റെ ശാസ്ത്രനാമം പഠിക്കുകയാണെങ്കിൽ, അതിന്റെ പിറകിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് യുദ്ധങ്ങളുടെ കഥ പഠിക്കാൻ പറ്റും, രാജാക്കന്മാരുടെ കഥ പഠിക്കാൻ പറ്റും, അധിനിവേശങ്ങളുടെ കഥ പഠിക്കാൻ പറ്റും, പ്രണയത്തിന്റെ കഥ പഠിക്കാൻ പറ്റും. എല്ലാത്തിന്റെയും കഥകൾ അതിന്റെ പിന്നിൽ ഒരു അധ്യാപകൻ അത് പങ്കെടുക്കാറ്. ഇവിടുത്തെ ഞാൻ അങ്ങനെ പറയുകയല്ല, ചില അധ്യാപകർ അത് പകരുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ശാസ്ത്രനാമം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷയിലേക്ക് അത് കാണാതെ പഠിക്കുന്നു എന്നതിനപ്പുറം നമ്മൾ അതിന്റെ ചരിത്രം കൂടി അന്വേഷിക്കണം. അപ്പോഴാണ് ഈ ഇൻവേഷനും ചരിത്രങ്ങളൊക്കെ വരിക. അപ്പോഴാണ് നാച്ചുറൽ ഹിസ്റ്ററി പഠിക്കുക. യൂറോപ്യന്മാർ പഠിച്ചത് മുഴുവൻ നാച്ചുറൽ ഹിസ്റ്ററി. അവരെന്നാണ് ബോട്ടണി പഠിക്കാൻ തുടങ്ങിയത്? കുറച്ച് കാലമായിട്ടുള്ളൂ. അവരൊക്കെ നാച്ചുറൽ ഹിസ്റ്ററി പഠിച്ചേ. അപ്പോഴാണ് അതിന്റെ രസം മനസ്സിലാവുക. ഞാൻ ഉദാഹരണത്തിന് രണ്ട് ചിത്രം, നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും അറിയുന്ന ചിത്രമായിരിക്കും. എന്റെ പേര് ഗ്ലോറിയസ് സൂപ്പർബ എന്ന് നിങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു കളയും, ശരിയല്ലേ? ഈ പൂവിന് നിങ്ങളോട് എന്തൊക്കെ പറയാനുണ്ടെന്ന് അറിയോ? ഇതൊരു രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്. സിംബാബ്വെ എന്ന് പറയുന്ന പുഷ്പത്തിന്റെ രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്. കപിൽ ദേവ് 178 നോട്ട് ഔട്ട് അടിച്ച രാജ്യം എന്നൊക്കെ പറയും. കുട്ടികളോട് പറഞ്ഞാൽ അങ്ങനെ അറിയുള്ളൂ. ഇത് സിംബാബ്വെ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ദേശീയ പുഷ്പമാണ്. ആക്ച്വലി ഇതിന്റെ ജന്മദേശം ആഫ്രിക്ക എവിടെയാണ്, സിംബാബ്വെ തന്നെ ആയിരിക്കുമെന്ന് കരുതുന്നു. അത് ഏഷ്യയിലേക്ക് കടന്നു വന്ന സസ്യമാണ്. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഇതിനെ കാർത്തിക പൂവെന്നാ വിളിക്കുക. കാരണം കാർത്തിക മാസത്തിൽ അത് വിരിയ. ഇതിന്റെ അകത്തുനിന്ന് 32ഓളം ഔഷധങ്ങൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്, സ്ഥാവര ഔഷധങ്ങൾ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓഷനില്, ഇന്ത്യൻ മഹാസമുദ്രത്തില് ഒരു രാജ്യം പിറന്നിരുന്നുവെങ്കിൽ, അതായത് വാവുനിയ, കിള്ളിനോച്ചി, ബത്തലക്കോവ തുടങ്ങിയ പ്രദേശങ്ങൾ, ശ്രീലങ്കയിലെ തമിഴ് പ്രദേശങ്ങൾ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ അവിടെ LTT എന്ന് പറയുന്ന ലിബറേഷൻ തമിഴ് ടൈഗേഴ്സിന്റെ വേലിപ്പെട്ട പ്രവാഹന്റെ നേതൃത്വത്തിൽ ഒരു തീവ്രവാദ, ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന രൂപപ്പെടുകയും അത് അമ്പാടെ തന്നെ 1997 പരാജയപ്പെടുകയും ചെയ്തതാണ്. അങ്ങനെ ഒരു തീവ്രവാദ സംഘടന പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു തമിഴ് രാഷ്ട്രം, കിളിനോച്ചി, വാവുനിയ, ബത്തലക്കോവ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ചേർന്നിട്ടൊരു തമിഴ് രാഷ്ട്രം രൂപപ്പെടുകയായിരുന്നുവെങ്കിൽ ആ രാജ്യത്തിന്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്, താമര എന്ന് പറയുന്ന ഒരു ദേശീയ പുഷ്പം ഉള്ളതുപോലെ തന്നെ ഒരു മറ്റൊരു പുഷ്പം അവർക്കുണ്ടാകുമായിരുന്നു. അതിന്റെ പേര് ഗ്ലോറിയോസ സൂപ്പർബ എന്നായിരുന്നു. അങ്ങനെ ഒരു രാജ്യം പിറന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ദേശീയ പുഷ്പം ഉണ്ടായതുമില്ല. ഒരു പൂ നിങ്ങളോട് പറയുന്ന കഥയാണ്. അല്ലാതെ ഗ്ലോറിയോസ സൂപ്പർബ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പെറ്റലും സെപ്പലും വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം. ഓരോ ജീവിക്കും ഓരോ കഥ പറയാനുണ്ട്. നമുക്ക് മാത്രമല്ല കഥ പറയാനുള്ളത്. അതിനെ വിചാരിക്കരുത്. ബോട്ടണി പഠിക്കുമ്പോൾ ഏറ്റവും രസകരമല്ലേ?
ജന്തുശാസ്ത്രത്തിൽ അത്ര രസകരമൊന്നും ഇല്ല, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. ബോട്ടണി ഭയങ്കര കഥകൾ പറയില്ലേ. ഇത് സിംബാബ്വേയിലെ വിക്ടോറിയ രാജ്യം ഒരിക്കൽ സന്ദർശിച്ചപ്പോൾ അവരുണ്ടാക്കി കൊടുത്ത് അവിടെ നിന്ന് കുഴിച്ചെടുത്ത രത്നത്തിന് ഈ ആകൃതിയിലാക്കിയിട്ടാണ് അവർ കൊടുത്തത്. മനസ്സിലായില്ലേ? കേരളത്തിൽ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇത് ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ പേര് മേത്താണി കിഴങ്ങ് അല്ലെങ്കിൽ നാത്തോണി കിഴങ്ങെന്ന് പറയും. അതിനകത്ത് വിഷങ്ങളുണ്ട്. ഒരു കാലത്ത് ആത്മഹത്യ ചെയ്യാനായിട്ട് നമുക്ക് ഫുർഡാനില്ലായിരുന്നല്ലോ, ഫുർഡാൻ കണ്ടുപിടിക്കാൻ വൈകിപ്പോയി. അതുകൊണ്ട് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ശരിയല്ലേ? ഇനിയുണ്ട് ഓരോ പുഷ്പങ്ങളും നിങ്ങളോട് അതൊക്കെ പറയും. ഞാൻ ഇതിന്റെ വെറുതെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. ഒസീമം സാങ്ക്ടം, നിങ്ങൾ ഒസീമം സാങ്ക്ടം എന്ന് പറഞ്ഞ അവിടെ നിർത്തുവേ. പ്രണയത്തെ ഏറ്റവും നന്നായി അടയാളപ്പെടുത്തിയത് അതല്ലേ, ഈ പൂവല്ലേ? ഇത്ര മനോഹരമായിട്ട് പ്രണയത്തെ അടയാളപ്പെടുത്തിയതുണ്ടോ? എത്ര സുന്ദരമായ മുടി നോക്കിയിട്ട് വെച്ച് പയ്യൻ പാടിയതല്ലേ? അങ്ങനെയല്ല പെൺകുട്ടി വീണത്. ഇവര് പലതും പറയും, നിങ്ങൾ അത് കേട്ടി ചാടി വീഴാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് വീട്ടിൽ അവളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമ്പോൾ എനിക്ക് പേടിയായിട്ട് വയ്യ. കൃഷ്ണ തുളസി കതിർതുമ്പു മോഹിക്കും നിന്റെ ഈ വാർമുടി ചുരുളിലെത്താൻ. എത്ര മനോഹരമായിട്ടല്ലേ? ശരിയല്ലേ? അത് പ്രണയത്തെ കൂടി അടയാളപ്പെടുത്തണ്ടേ? നമ്മൾ എന്തുകൊണ്ടാണ് അത് സംസാരിക്കാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശാസ്ത്രനാമം ആ കഥകൾ കൂടി പറയണം. ഇപ്പുറത്തെ ഒരു പൂവുണ്ട് ആറ്റുവഞ്ചി. അതിന് ഏറ്റവും നന്നായി പ്രണയത്തെ മനോഹരമായി അടയാളപ്പെടുത്തിയത് ഹോമനോയ റൈപ്പേറിയ. അങ്ങനെയല്ല അതിന്റെ ശാസ്ത്രനാമം? എനിക്കത് ഇവിടെ എഴുതിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എല്ലാ ശാസ്ത്രനാമങ്ങളും അറിയില്ല. അത് ഏറ്റവും പ്രണയഭാരം കൊണ്ട് ഏറ്റവും കൂടുതൽ താണുപോയ ഇതാണ്. ശരിയല്ലേ? അനിൽ പനച്ചൂർ അദ്ദേഹത്തിന്റെ കവിതയിൽ ഈ ആറ്റുവഞ്ചിയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രണയം വന്ന പെൺകുട്ടികളുടെ തല താണു പോകും അത്രേ, കുമ്പിട്ട് പോകും. ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഇപ്പൊ നമുക്ക് ചോദിക്കാനും പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. എന്തിനോ എന്റെ ഹൃദയം കനവു കാണുന്നു കനകം, കരളിൽ എന്തിനീ പടഹം, ആ തരുണരെ കണ്ട നിമിഷം പൂത്തുലഞ്ഞു ചാഞ്ഞു നിൽക്കും ഒരാറ്റുവഞ്ചി പോലെ, അവൾ നിന്നു നീളാനമ്രം കാൽച്ചിലങ്ക ശിഞ്ചിതമോദി. എങ്ങനെയാണ് അനിൽ പനച്ചൂരാൻ പാടുന്നത്? പെട്ടെന്ന് ഒരു പെൺകുട്ടിക്ക് ആ തരുണൻ എന്ന് പറയുന്ന യുവാവിനെ, നഗരത്തിൽ നിന്ന് വന്ന യുവാവിനെ കണ്ട സന്ദർഭമാണ് അവർ വിവരിക്കുന്നത്. ഒരു പൂവിന് നിങ്ങളോട് എന്താ പറയാനുണ്ട്? പേരിന് തന്നെ എന്തെങ്കിലും പറയാനുണ്ട്? എത്ര പറയാനുണ്ട് കഥകൾ? ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഇൻവേഷനെ കുറിച്ച് പറയാൻ വന്നെങ്കിൽ നിങ്ങൾ എപ്പോഴും കുട്ടികളായാലും നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിവരം പേരുകളും അതിന്റെ ഭൂമിശാസ്ത്രം. നിങ്ങളൊരു പേരുമ തേടി പോയാൽ മതി. അത് ഏറ്റവും നല്ലത് ബോട്ടണി തന്നെയാണ്. നിങ്ങൾക്ക് ഇന്ത്യ ചരിത്രം കാണാപ്പാടോ, ഇന്ത്യൻ ഹിസ്റ്ററി കാണാപ്പാടോ സിവിൽ സർവീസിൽ പോയി എഴുതാൻ പറ്റും. ഓരോ പേരുകളും അങ്ങനെ ഓരോ കഥകൾ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? മനുഷ്യന്റെ പേര് തന്നെ ഭയങ്കര രസമല്ലേ? മനുഷ്യന് ഏറ്റവും പഴക്കമുള്ള പേര് ആർമർ എന്നാണ്. അത് ഹൈറോഗ്ലിഫിക്സ് ലിപിയിലോ മറ്റോ എഴുതിയതാ. ക്രിസ്തുകൃഷ്ണൻ എന്നൊക്കെ നിൽക്കട്ടെ, ഏറ്റവും പഴക്കമുള്ള പേര് അതാന്നാ പറയുന്നത്. നമ്മുടെ ഇവിടെ വന്ന ആൾക്കാരെ ഏറ്റവും ആദ്യം പേരെടുത്ത് ഗ്രീക്കുകാർ. അക്ഷരം കണ്ടുപിടിച്ച ഇവരാണ്, ഫിനീഷ്യക്കാരാണ്. അവരുടെ ആലപ്പാണ് നമ്മുടെ ആൽഫ ആയത്, ആ ആൽഫയാണ് എ ആയത്. അവരുടെ ബേത്താണ് ബീറ്റ ആയത്, ബീറ്റയാണ് ബി ആയത്. ആലപ്പ് ബേത്ത്. ഞാൻ ഗ്രീക്ക് എഴുതും, വായിക്കില്ല. ഹീബ്രു അക്ഷരങ്ങൾ അറിയാം എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ചരിത്രം തേടിപ്പോയപ്പോ കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ. നോക്കൂ, നിങ്ങൾ പേരുകളൊക്കെ രസം. ഗ്രീക്കുകാരാണ് ആദ്യമായിട്ട് പേരിട്ട്. അവരെ ഒരുപാട് പേര്, അവരാണ് ഈ ബോർഡ്. ലിനൈസ് ആക്ച്വലി ചെയ്തത് തട്ടിപ്പാണ്, ഭൂലോക തട്ടിപ്പല്ലേ. ഒരുപാട് പേരുണ്ടായിരുന്നു ഒരു സസ്യത്തിന്റെ. അതിന്റെ ആദ്യത്തെ രണ്ടെണ്ണം എടുത്തിട്ട് ജീനസ് എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് എന്റെ അപ്പനും പറഞ്ഞപ്പോഴും. എന്റെ അപ്പനെ കാൾ പൗലോസ് ആരും വിളിക്കൂലല്ലോ. ശരിയല്ലേ? അതാണ് പുള്ളി ചെയ്തത്. ലിനൈസ് അവരുടെ പാരമ്പര്യമാണത്. സ്വീഡിഷ് പാരമ്പര്യമാണ്. സ്വീഡിഷ് പാരമ്പര്യമല്ല, ഗ്രീക്ക് പാരമ്പര്യം. അച്ഛന്റെ ഒരു 19 പേരുണ്ടാവേ. ജൂലിയസ് അഗസ്റ്റസ് സീസർ. അത് ജൂലിയസ് എന്നുള്ളത് അപ്പാപ്പന്റെ പേരാണ്. അപ്പന്റെ പേരാണ് അഗസ്റ്റസ്. സീസർ എന്നുള്ളത് പയ്യന്റെ പേരാണ്. മനസ്സിലായില്ലേ? ഡോക്ടർ ജാഫർ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഇംഗ്ലീഷുകാരാണ് ആ പേര് ഒന്നും കൂടി ചെറുതാക്കിയത്. നിങ്ങൾ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റന്റെ മുഴുവൻ പേരെന്താണ്? വിക്ടർ ആൽബർട്ട് നിക്കോളാസ് ലൂയിസ് മൗണ്ട് ബാറ്റൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ വിളിച്ചിരുന്നതാണ് ലൂയി. നമ്മുടെ ഭർത്താക്കന്മാര് ഭർത്താക്കന്മാരെ പോയി എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെ വിളിച്ചതാണ്. മനസ്സിലായില്ലേ? അത്രയും ചെറുതാക്കി വിളിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ വിക്ടർ നിക്കോളാസ് ലൂയിസ് മൗണ്ട് ബാറ്റൻ എന്ന് വിളിക്കുമ്പോഴേക്കും ഇവിടെ തിളപ്പിച്ചു വെച്ച പാല് ആര് തണുത്തു പോകും. മനസ്സിലായില്ലേ? ഓക്കെ. നമ്മുടെ ഇവിടുത്തെ, ഞാൻ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ ചരിത്രം തന്നെ നിങ്ങളൊരു പേപ്പർ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കൊച്ചാർ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേപ്പറുണ്ട്, ബയോഡൈവേഴ്സിറ്റി 19th century ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് രസകരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നും അല്ല. നമ്മുടെ ഇവിടെ കുറെ ആളുകൾ കോയിങ് ഒക്കെ പോലും മുതിക്ക് മുമ്പ് ജോൺസൺ എന്നൊക്കെ പറഞ്ഞിട്ട്, സാമുവൽ ജോൺസൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ, നിങ്ങൾ പഠിക്കാത്ത ഒരു ഇൻവേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്.
നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, നിങ്ങൾ 4 പേരെ നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. വേറൊരു ബയോഡൈവേഴ്സിറ്റി ഇവിടുന്ന് മോഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഇൻവേഷനുകൾ പഠിക്കുന്നില്ല. അത് ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആൻഡമാൻ നിക്കോബറിൽ ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു, കോഴിക്കോട് ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് തരങ്കമ്പാടിയായിരുന്നു. ഇന്ത്യയിലെ സസ്യങ്ങളും ഷെല്ലുകളും അതുപോലെ തന്നെ മത്സ്യങ്ങളും ഭൂരിഭാഗവും കടന്നുപോയത് തരങ്കമ്പാടി വഴിയാണ്. ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി കടന്നുപോയത്. അത് എത്തിയത് മുഴുവൻ ലിനേയസിന്റെ അടുത്താണ്. ലിനേയസ്, മാർക്ക് എൽസിയർ ബ്ലോച്ച് എന്നൊക്കെ പറഞ്ഞത് നടുവിൽ കാണുന്ന കാരണവരാണ് ഈ മാർക്ക് എൽസിയർ ബ്ലോച്ച് എന്ന് പറയുന്നത്. മത്സ്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ അടുത്താണ് ചെന്നപ്പെട്ടത്. ലിനേയസിന്റെ അടുത്താണ് മിക്ക ഷെല്ലുകളും ചെന്നപ്പെട്ടത്. അത് മുഴുവൻ അയച്ചു കൊടുത്തത് ക്രിസ്റ്റഫർ സാമുവൽ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സുവിശേഷ പ്രഘോഷകനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ കരിങ്കുരങ്ങിനെ കണ്ടുപിടിച്ച തലശ്ശേരിന്നല്ലേ? നിങ്ങൾ സിസ്റ്റം അയച്ചോ നോക്കൂ, അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് തെല്ലിച്ചേരി ഇന്ത്യ ഓറിയന്റാലം. ഞാൻ ലാറ്റിൻ ബൈബിൾ വായിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ലാറ്റിൻ മനസ്സിലാവും. ഞാൻ ക്ലാസിയാസ്റ്റിക് ലാറ്റിൻ നന്നായി വായിക്കും, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത്, മനസ്സിലായില്ലേ? അതിനകത്ത് ഇന്ത്യ തെല്ലിച്ചേരി അത് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ കരിങ്കുരങ്ങിനെ വിളിക്കുന്ന ശാസ്ത്രനാമം പ്രിസ്ബൈറ്റിസ് ജോണി എന്നാണ്. പ്രിസ്ബൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദികൻ എന്നാണ് അർത്ഥം. സീനിയർ ആയിട്ടുള്ള വള്ളിലാച്ചന്മാരെ വിളിക്കുന്നതാണ് പ്രിസ്ബൈറ്റിസ്. അങ്ങനെയൊക്കെ ചെന്ന് വിളിച്ച് അവന്മാരെ വിളിച്ച് നമ്മളെ സഭയിൽ നിന്ന് പുറത്തിറക്കും. അവർക്കിത് അറിയില്ലല്ലോ. സീനിയർ മോസ്റ്റ് വൈദികരെ റെവറൻസ്, അവരെ നമ്മുടെ കുരങ്ങന്മാരെ, മറ്റേ വെള്ളക്കുരങ്ങന്മാരെ നമ്മൾ പ്ലീബിയൻസ് എന്ന് വിളിക്കുക, മറ്റേ കുരങ്ങന്മാരെ പാട്രീഷ്യൻസ് എന്ന് വിളിക്കുക. അവർ ഭയങ്കര റോയലാണ്, അവർ സാധാരണക്കാരോട് ഇണങ്ങുന്നില്ല. ജോണി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റഫർ സാമുവൽ ജോൺ ആണ്. മത്സ്യങ്ങളിൽ ഒരുപാട് പേരുകൾ ജോണിയസ് എന്ന പേരിൽ ആരംഭിക്കുന്നത്. അദ്ദേഹം തരങ്കമ്പാടിയിലായിരുന്നേ. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മുഴുവൻ ഇതെല്ലാം തന്നെ ഈ യൂറോപ്യന്മാരുടെ കാലത്താണ് ഇതിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത് നടന്നത് കേട്ടോ. മത്സ്യങ്ങളും അതിൽ നിന്ന് വിഭിന്നമല്ല. ഇതാണ് ബ്ലോച്ച് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ജൂതനായിരുന്നു. ഇവിടുത്തെ സസ്യങ്ങളുടെ ശാസ്ത്രങ്ങളുടെ പഠനം എന്ന് പറയുന്നത് വാൻഡ്രീഡിന് മുമ്പ് ഒരാൾ പഠിച്ചിട്ടുണ്ട്, അറിയാലോ, നിങ്ങൾക്കറിയാം. ഗാർസിയ ഡി ഓർത്ത എന്ന് പറഞ്ഞിട്ട് ഒരാൾ പഠിച്ചിട്ടുണ്ടോ? ഗാർസിയ ഡി ഓർത്ത. അദ്ദേഹം ഒരു ക്രിപ്റ്റിക് ജൂ ആയിരുന്നു. അയാളുടെ കഥ ഭയങ്കര രസമാണ്. ഞാനത് വായിച്ചിട്ട് എനിക്ക് ചിരി വന്നിട്ട് പോയി. ഗാർസിയ ഡി ഓർത്ത 1538 അദ്ദേഹം ഗോവയിലായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ പ്ലാന്റ് ഡ്രഗ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അദ്ദേഹം ക്രിപ്റ്റിക് ജൂ ആയിരുന്നു. ആ കാലത്ത് ജൂതന്മാരെ കണ്ടുപിടിച്ച് തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന പരിപാടിയായിരുന്നു ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഇദ്ദേഹം ക്രിപ്റ്റിക് ജൂ ആയിട്ട് ഇവിടെ വന്ന് ഇവരുടെ കൂടെ താമസിക്കുകയൊക്കെ ചെയ്തു. പിന്നീടാണ് അറിഞ്ഞത് പുള്ളി ജൂ വന്നു. അപ്പോഴേക്കും പുള്ളി മരിച്ചിരുന്നു. പുള്ളിയുടെ ശവം എടുത്ത് രണ്ടാമത് എടുത്ത് സമാധി അല്ലായിരുന്നു, അതുകൊണ്ട് അത് എടുത്ത് സമാധിയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ചെയ്തു. അച്ഛമ്മ അതൊക്കെ കൂടി എടുത്ത് ആ എല്ലൊക്കെ കൂടി രണ്ടാമത് ഇൻക്വിസിഷൻ നടത്തിയവര് കത്തിച്ചു കളഞ്ഞു. അതാണ് അന്നത്തെ ഇൻക്വിസിഷൻ. ഓക്കെ, ഇദ്ദേഹം ഒരു ജൂ ആണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ പേര് മാർക്ക് എലിസിയർ ബ്ലോച്ച്. ജൂതന്മാരുടെ വെർച്വൽ ലൈബ്രറി ഉണ്ട്, അതിനകത്ത് കയറി ഇങ്ങനെ വിവരങ്ങളൊക്കെ കിട്ടും. ഞാൻ ഈ വെർച്വൽ ലൈബ്രറി ഇടയ്ക്കിടയ്ക്ക് കയറുന്നുണ്ട് ജൂതന്മാരെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിന് എല്ലാ ഭാഷ അറിയായിരുന്നു. ജർമ്മനിലായിരുന്നു, എല്ലാ ഭാഷ അറിയാം, ജൂതഭാഷ അറിയില്ലായിരുന്നു. അങ്ങനെ വേണം മനുഷ്യരായ. ഇത് നമ്മുടെ കരിമീന്റെ കഥയാണ് കേട്ടോ. ഇത് 1790 ബ്ലോച്ച് വരച്ച ചിത്രമാണ് കേട്ടോ. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ നാച്ചുറലിസ്റ്റിയാണ് നിങ്ങളോട് പറയാൻ വന്നത്. ഞാൻ ഇൻവേഷനെ കുറിച്ച് പറയാൻ എനിക്കൊരു വലിയ താല്പര്യമില്ല. ആരെങ്കിലൊക്കെ വന്ന് കീഴടക്കി പോട്ടെ എന്നേ, അങ്ങനെ വിചാരിക്കാതെ അല്ല ചോമി. ഇത് നമ്മുടെ ഇവിടെ സംസ്ഥാന മത്സ്യമാണ്. ഇതിന്റെ രസകരമായ കഥകൾ കൂടി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഭയങ്കര ഗൗരവമായിട്ടല്ല പറയുന്നത്. എനിക്കിത് ഓർത്തു വെക്കാൻ എളുപ്പം. ഇതിനകത്ത് കുറെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. കരിമീൻ എന്ന് പറഞ്ഞാൽ മറ്റേ എട്രോപ്ലസ് സൂററ്റൻസ് എന്നാണ് എല്ലാവരും വായിക്കുക. അതിനെ വായിക്കരുത് കേട്ടോ. എട്രോപ്ലസ് സൂററ്റൻസിസ് എന്ന് വായിക്കണം. അത് പഠിച്ചാൽ നിങ്ങൾക്ക് എട്രോപ്ലസ് സൂററ്റൻസ് പഠിച്ചാൽ നിങ്ങൾ കേരളത്തിന്റെ നാച്ചുറലിസ്റ്റ് പഠിക്കുകയും. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് ഗുജറാത്തിലായിരുന്നു ആദ്യത്തെ പോർട്ട് ഉണ്ടായിരുന്നു. കേരളത്തിൽ പടിഞ്ഞാറൻ തീരെ അങ്ങ് അറ്റം വരെ പോർട്ടായിരുന്നു. വെസ്റ്റ് കോസ്റ്റിൽ മുഴുവൻ പോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ പുറക്കാടുണ്ടായിരുന്നു, തങ്കശ്ശേരിയിലുണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു, കൊച്ചിയിലുണ്ടായിരുന്നു, മാഹിയിലുണ്ടായിരുന്നു, തലശ്ശേരിയിലുണ്ടായിരുന്നു, പന്തലായനി കൊല്ലത്തുണ്ടായിരുന്നു, മസൂലി പട്ടണത്തുണ്ടായിരുന്നു, ഗുജറാത്തിലുണ്ടായിരുന്നു. ഗുജറാത്തിലാണ് സൂററ്റ് പോർട്ട്. ഈ മീൻ എവിടെ നിന്ന് കിട്ടിയാൽ ആ സ്ഥലത്തിന്റെ പേരിടലാണ് പതിവ്. പക്ഷെ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മീൻ എവിടെ നിന്ന് കിട്ടിയത് പിടിയില്ല. പക്ഷെ പോർട്ട് ചെയ്ത സ്ഥലത്തിന്റെ പേര് എഴുതി സൂററ്റ്. അങ്ങനെയാണ് ഈ എട്രോപ്ലസ് സൂററ്റൻസ് പറയാം. പുള്ളി അത് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ആ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. 2 വേർഷനിലും പറയുന്നുണ്ട്. ഫ്രഞ്ച് വേർഷനുണ്ട്, ജർമ്മൻ വേർഷനുണ്ട്. 2 വേർഷനിലും അത് പറയുന്നുണ്ട്. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാല് അത് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ്. 2010 കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമായി. ഈ എട്രോപ്ലസ് സൂററ്റൻസിസ് എന്ന ശാസ്ത്രനാമമുള്ള മത്സ്യം കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൂററ്റിൽ ഈ മത്സ്യം ഇല്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല് ഇത് കേരളത്തിൽ മാത്രമല്ല, ഒറീസയിലും ആന്ധ്രാപ്രദേശിലും ധാരാളം ഉണ്ട്, ശ്രീലങ്കയിലും ഉണ്ട്.
നമ്മളിവിടെ കേരളത്തിൽ ഇങ്ങനെ കള്ളുഷാപ്പിൽ, കുട്ടനാട് കള്ളുഷാപ്പിലായാലും ഇടക്കിടക്ക് തിന്നുകൊണ്ടിരിക്കുന്ന മത്സ്യം മുഴുവൻ പറ്റത് ഓറീസ് എന്നാ, അത് ആന്ധ്രയെന്നൊക്കെ പറഞ്ഞ മത്സ്യം. വേമ്പനാട്ട് കായലിൽ അത്ര പേര് മത്സ്യമൊന്നും ഇല്ലാനും. ഇനി ഏറ്റവും വൃത്തികെട്ട മത്സ്യങ്ങളിൽ ഒന്നാണ് കരിമത്സ്യം. അത് നമ്മളിങ്ങനെ പുഴയുടെ തീരത്ത് കൂടെ പോവുകയാണെങ്കിലേ, കുട്ടനാട്ടിലെ കക്കൂസുകളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ, അടിഞ്ഞൊരുങ്ങി പോവുകയാണെങ്കിൽ കരിമീന് മനസ്സിലാവും ഒന്നും കാര്യമൊന്നുമില്ല, അവര് വേറെ കല്യാണത്തിന് പോണത്. നമ്മൾ നടന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ കരിമീന് മനസ്സിലാവും എന്താ പർപ്പസ് എന്ന്. അപ്പൊ കരിമീൻ നമ്മുടെ ഒപ്പം തന്നെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് കേരളത്തിലെ ഒരു മത്സ്യവൈവിധ്യത്തിന്റെ ചിത്രം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. 39 ഫാമിലി 95 ജനുവരി 208 മത്സ്യത്തിൽ നാളെ പറഞ്ഞ പുതിയത് കണ്ടുപിടിച്ച എന്നെ ചീത്തൊന്നും പറയരുത്. ഇത് ഇപ്പൊ 215 ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ദിവസം തിരുത്താറില്ല. അപ്പൊ ഏകദേശം ഒരു രൂപമാണിത്. 55 സ്പീഷീസ് എൻഡമിക് ആണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ജസ്റ്റ് കണക്കാണ്, ഓർത്തു വെക്കുക. 219 ശുദ്ധജല മത്സ്യങ്ങളാണ് കേരളത്തിലുള്ളത്. അതിൽ 190 എണ്ണമാണ് പ്രാഥമിക ശുദ്ധജല മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇടയ്ക്ക് കടത്തം. ആകെ മൊത്തം ടോട്ടൽ 210 എന്ന് പറയുന്നതായിരിക്കും രസകരമായ ഒരു കണക്ക്. അയ്യോ, ഇനി മത്സ്യങ്ങളുടെ വൈവിധ്യം. നമ്മളിപ്പോ മത്സ്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിലേ, കേരളത്തിലെ മത്സ്യങ്ങൾക്ക് സൗന്ദര്യത്തിന്റെ വൈവിധ്യമുണ്ട്, ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യമുണ്ട്, ആഹാരത്തിന്റെ വൈവിധ്യമുണ്ട്, അഡാപ്റ്റേഷൻ അനുരൂപണത്തിന്റെ വൈവിധ്യമുണ്ട്. അങ്ങനെ വൈവിധ്യങ്ങൾ പല തരത്തിലുണ്ട്. നമ്മുടെ എണ്ണത്തിൽ മാത്രമല്ല വൈവിധ്യം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സസ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതിൽ ഏറ്റവും സുന്ദരികൾ അതാണ് മിസ് കേരള എന്ന് പറയുന്നത്. ഇവിടെയുള്ള സ്ത്രീകൾ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് മിസ് കേരള എന്ന്. അല്ല, ഈ മത്സ്യമാണ് മിസ് കേരള. ഇവിടെ മിസ് കേരള എന്ന് പേരിട്ടതിന്റെ ചരിത്രമാണ്. ഞാൻ എന്ത് കാര്യമുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് പോകും. അപ്പൊ ഇത് ആരാണ് കണ്ടുപിടിച്ചത്? അത് ഫേസ്ബുക്കിലൊക്കെ എഴുതുകയൊക്കെ ചെയ്തതാണ്. ആരാണ് ഇതിന് മിസ് കേരള ഇട്ടെ? ഞാൻ പറഞ്ഞു, എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു സ്ത്രീ മിസ് കേരള എന്ന് ഇടില്ല. കാരണം വേറൊരു സ്ത്രീ സുന്ദരിയാന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് സ്ത്രീയുടെ അപ്പം തന്നെ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ കാരണം, മിസ് കേരള എന്ന് ഇടാനായിട്ട് ഇത്രയും ദൈർഘ്യം. സ്ത്രീകൾക്ക് ഇഷ്ടം കൂടി കഴിഞ്ഞാൽ എന്താ, ഒരു പേരിന്റെ നീളം കുറയുക ചെയ്യുക അല്ലെ. ഗോപാലകൃഷ്ണൻ ഗോപു ആവും, ദിവാകരൻ ദിവു ആവും. ഇപ്പൊ എന്റെ ഭാര്യ എന്നെ വിളിക്കുന്നത് ഷൂ എന്നാണ്. ഇഷ്ടമുണ്ടാണ്. ഷാജി എന്നുള്ളത് ഒന്നുകൂടി ചെറുതായപ്പോ ഷൂ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ എല്ലാ ധാരണകളെയും തെറ്റിച്ചതിന് മിസ് കേരള എന്ന് പേര് വിളിച്ചത് 2004 അത് കേരള യൂണിവേഴ്സിറ്റിയിലെ എന്താ പറയാ, ഡോക്ടർ അന്ന മെഴ്സി എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ICAR സയന്റിസ്റ്റുകൾ വന്നപ്പോൾ അദ്ദേഹം അന്ന് ചാലക്കുടിയിലാണ്, ഇത് പടിഞ്ഞാട്ടൊഴുകുന്ന നദികളിലാണ് ഈ മത്സ്യം കൂടുതൽ കാണുക. അപ്പൊ അന്ന് കൊണ്ടുവന്ന അക്വേറിയത്തിൽ ഇട്ടിട്ട് അവർ പറഞ്ഞു എത്ര സുന്ദരിയാണല്ലേ എന്ന് പറയുന്നിടത്താണ് മിസ് കേരള എന്ന്. ഇന്ന് അത് കേരളത്തിലെ അലങ്കാര മത്സ്യ വിപണിയുടെ ബിംബമാണ്, ഐക്കണാണെന്ന് അർത്ഥം കേട്ടോ. അപ്പൊ സുന്ദരികളുണ്ട്. ഇനി ഇതേ കാണുന്ന പാമ്പ് പോലെ വളഞ്ഞിരിക്കുന്ന ഒരു മത്സ്യമുണ്ട്. അതിനെ തൊണ്ടി എന്നാണ് പറയുക. ശ്രദ്ധിക്കണം, പറയുമ്പോൾ തെണ്ടിയല്ല, തൊണ്ടിയാണ്. കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് സാറാ തെണ്ടി മത്സ്യത്തെ കുറിച്ച് ഒന്ന് പറയൂ എന്നൊക്കെ പറയാറുണ്ട്. അത് ഡിസ്കാർഡഡ് സ്പീഷീസുകളാണ്, നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിക്കുന്ന മത്സ്യങ്ങളിൽ പെട്ടതാണ്. അപ്പുറത്ത് കാണുന്ന തിലാപ്പിയ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയും. ഇതാണ് കേരളത്തിലെ മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ വൈവിധ്യം എന്ന് പറയുന്നത്. ഇത് കേരളത്തിന്റെ ഭൂമിക്ക് അടിയിൽ കാണുന്ന മത്സ്യമാണ്, സബ്ടെറേനിയൻ മത്സ്യമാണ്. അത് കോട്ടയം ജില്ലക്കാരാണ് ഏറ്റവും കൂടുതൽ. കോട്ടയം ജില്ലയിൽ ഏറ്റവും വലിയ പ്രത്യേകത, ജിയോളജിക്കലായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. സുവോളജിയിലും ബോട്ടണിയിലല്ല, സുവോളജിയിലും ജിയോളജിയിലൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താ അറിയോ? നമുക്കറിയില്ലെങ്കിൽ സുഖമായിട്ട് ഒഴിഞ്ഞു മാറാനുള്ള 2 വാക്കുകളാണ്. ഒന്ന് പ്രോസസ്, 2 ഫോർമേഷൻ. അതായത് ഒരു സാധനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സുവോളജിക്കാർ പറയാ പ്രോസസ് എന്ന് പറയാം, സൈഗോമോർഫിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്നാണ്. ജിയോളജിക്കാർ ഫോർമേഷൻ എന്ന് പറയും, വർക്കല ഫോർമേഷൻ. ഇത് ഏത് കാലത്താണ് ഈ റോക്ക് ഫോർമേഷൻ നടത്തിയത് ഒരു പിടിയില്ലാണ്ടാവുമ്പോൾ അവർ പറയുന്നതാണ് ഫോർമേഷൻ, വർക്കല ഫോർമേഷൻ എന്നൊക്കെ അവർ പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ കൃത്യമായ പീരീഡോ അതിന്റെ ഘടനയോ പിടിയില്ലാതെ വരുമ്പോഴാണ്, നിർണ്ണയിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാകുമ്പോഴാണ് അവരങ്ങനെ ഉപയോഗിക്കുക. ഇതൊക്കെ ഈ കോട്ടയം ജില്ലയിലെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള ചില, ഇത് ജിയോളജിയെ കൂടി സ്പർശിക്കുന്നു എന്നർത്ഥം. ഇതിന്റെ പേര് ഹൊറാഗ്ലാനിസ് കൃഷ്ണയി എന്നാണ്. ഹൊറ എന്ന് പറയുന്നത് സുന്ദർലാൽ ഹൊറ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. എങ്ങനെയാണ് ഇവിടുത്തെ, നിങ്ങൾ ബോട്ടണിക്കാർ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ സത്പുര ഹൈപ്പോത്തിസിസ് എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഹൊറ സത്പുര ഹൈപ്പോത്തിസിസ് എന്ന് പറയും. എങ്ങനെയാണ് ഇവിടുത്തെ മത്സ്യസമ്പത്തും ഇവിടുത്തെ വെസ്റ്റേൺ ഗാട്സ് കാര്യം പ്രായം കൂടുതലുള്ള പർവ്വതനിരയാണ്. ആരവല്ലിയേക്കാളും ഹിമാലയം കുറച്ചുകൂടി ചെറുതാണ്. ആരവല്ലിയേക്കാളും പ്രായം കുറവാണെന്ന് വെച്ചാൽ ഹിമാലയം വളരെ ചെറുപ്പാണെന്ന് അർത്ഥം. ഹിമാലയം ഇപ്പോഴും ഓടിക്കളിക്കുന്ന കുട്ടിയാണ്. ഹിമാലയം വെസ്റ്റേൺ ഗാട്സ് മുതുമുത്തച്ഛനാണ്. 150 ബില്യൺ ഇയേഴ്സ് ആണ് ഇതിന്റെ, മില്യൺ ഇയേഴ്സ് ആണ് നമ്മുടെ വെസ്റ്റേൺ ഗാട്സിന്റെ പ്രായം. ആരവല്ലി അധികം കൂടുതലുള്ളതാണ്. ആരവല്ലി ഇപ്പൊ ഇതായിപ്പോയി. അപ്പൊ എങ്ങനെയാണ് ഇവിടെയുള്ള മത്സ്യസമ്പത്ത് അടക്കമുള്ള ജീവജാലങ്ങൾ ഇവിടേക്ക് വന്നത് എന്നുള്ളതിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അതിനാണ് സത്പുര ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. മത്സ്യങ്ങളെയും ഉത്ഭവ ജീവികളെയും ആധാരമാക്കിയിട്ടാണ് സാങ്കല്പിക സിദ്ധാന്തം രൂപപ്പെടുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് പറയുന്നത് വെച്ചാല്,
അതായത് ഇപ്പൊ ഇവിടെ കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ കാണുന്ന സസ്യസമ്പത്തുകളും മത്സ്യസമ്പത്തുകളും ഒക്കെ തന്നെ സസ്യസമ്പത്തിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല അതിനകത്ത്. മത്സ്യസമ്പത്തുകളെല്ലാം തന്നെ മലയൻ ആർക്കിപ്പലാഗം, അതായത് ജാവ, ബോർണിയോ, സുമാത്ര ഉൾപ്പെട്ട ദ്വീപ് സമൂഹത്തെയാണ് നമ്മൾ ആർക്കിപ്പലാഗം എന്ന് പറയാം. അവിടെയാണ് ഉത്ഭവിക്കുന്നതെന്നും അത് നേരെ അക്വസ്റ്റിക് ഡ്രോപ്പ് പ്ലിയോസീൻ എന്ന് പറയുന്ന ഒരു കാലത്ത് ഒരു കടലിലൊരു വെള്ളം താഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ഗ്ലേഷ്യൽ പീരീഡിൽ സംഭവിച്ചതാണ്. വെള്ളം താണു, അപ്പൊ ലാൻഡ് ബ്രിഡ്ജ് വാസ് ഫോംഡ് ദാറ്റ് എൻഡഡ് ഇൻടു ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ വന്ന നോർത്ത് ഈസ്റ്റ് ഹിമാലയാണ്. മനസ്സിലായി? നോർത്ത് ഈസ്റ്റ് ഹിമാലയ വന്ന് പിന്നെ സെൻട്രൽ ഹിമാലയത്തിലേക്കും മറ്റേ അപ്പർ ഹിമാലയത്തിലേക്ക് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അവിടെ നിന്ന് നേരെ അന്നത്തെ പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് വിന്ധ്യ സത്പുര ട്രെൻഡ് ഓഫ് മൗണ്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ കാണാം. ഇതാണ് ഇന്ത്യയുടെ മാപ്പെങ്കിൽ ഇത് വിന്ധ്യ സത്പുര മൗണ്ടൻസ് ആണ്. ഇപ്പുറത്താണ് ആരവല്ലി, ഇപ്പുറത്തോട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഹിമാലയ. ഞാൻ കൈകൊണ്ട് കാണിച്ചപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിന്ധ്യ സത്പുരയിലേക്ക് വന്നു. അവിടെ വെച്ച് നീലഗിരിയിൽ വെച്ചിട്ടാണ് ഈ മത്സ്യങ്ങളൊക്കെ തന്നെ പശ്ചിമഘട്ടത്തിലേക്ക് വരുന്നത്. ഒരു ഭാഗം സൗത്ത് ഏഷ്യൻ റീജിയനിലേക്കും ഒരു ഭാഗം നോർത്തേൺ റീജിയനിലേക്കും പോയി. ആ വ്യത്യാസങ്ങൾ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ത് തെളിവുണ്ടെന്ന് ചോദിച്ചാൽ ചില റെലിക് പോപ്പുലേഷനുകളുണ്ട്. ഉദാഹരണത്തിന് ബോട്ടണിക്കാർ പറയുന്ന റോഡോഡെൻഡ്രോൺ അടക്കമുള്ള ഹാബണേറിയ, നേപ്പാളൻസി, ബാംബൂസയുടെ ഒരു സ്പീഷീസ് അരവികുളത്ത് കാണുന്നുണ്ട്. ഓൾ ആർ ഹിമാലയൻ റിലിക്സ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതെല്ലാം തന്നെ നമുക്ക് നിങ്ങൾ ഇങ്ങനെ കൂടെ ചിന്തിക്കണം. അതായത് വലിയൊരു പാൻ നിങ്ങൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, അതിന്റെ നടുവിൽ ഒരു ഐസ് ക്യൂബ് ഇപ്പോഴും ഉരുകാതിരിക്കുന്നു എന്ന് കൂടി ചിന്തിക്കണം. അങ്ങനെയാണ് അരവികുളത്തെയും നീലഗിരിയെയും നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം എന്താണ്? നമ്മൾ ജീവിക്കുന്ന ട്രോപ്പിക്സിലാണ്. സാറ് പറഞ്ഞല്ലോ, ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണ്. 8 ഡിഗ്രി 6 ഡിഗ്രിയിലാണ് ശ്രീലങ്ക കിടക്കുന്നത്. കൊളംബോയുടെ ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ് 6 ഡിഗ്രിയാണ്. എന്ന് വെച്ചാൽ ഒന്ന് കാലകത്തി വെച്ചാൽ നമ്മൾ ഭൂമധ്യരേഖ സ്പർശിക്കുമെന്നർത്ഥം. 8 ഡിഗ്രിയാണ് കേരളം. മനസ്സിലായില്ലേ? ഭൂമധ്യരേഖയുടെ അത്ര അടുത്ത പ്രദേശത്താണ് തണുത്ത് മഞ്ഞുറഞ്ഞ പ്രദേശങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു മൈഗ്രേഷൻ അതാണ് ഹിമാലയൻ താർ, നീലഗിരി താറും അങ്ങനെ വന്നതാണെന്നാണ് ആ സിദ്ധാന്തം പറയുന്നത്. പക്ഷെ അത് ശാസ്ത്രലോകം ഇപ്പോഴും അതിന് ഒരുപാട് ഒബ്ജക്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇത് ഭൂമിക്ക് അടിയിൽ കാണുന്ന മത്സ്യങ്ങളാണ്. ഇതിനൊരു ആഫ്രിക്കൻ എലമെന്റ്സിന്റെ ഒരു സാന്നിധ്യമൊക്കെ ഉണ്ട്. കോട്ടയത്ത് നിന്നാണ് ആദ്യം കണ്ടുപിടിക്കപ്പെടുന്നത്. ഇത് നാലാങ്കൽ കൃഷ്ണപിള്ളയാണ് ആ തൊപ്പി വെച്ച ചങ്ങാതി. അങ്ങായുടെ വീട്ടിലൊരു പുരുഷോത്തമൻ പിള്ള എന്ന് പറയുന്ന ഒരാൾ കിണർ താത്താൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതാണ്. പുരുഷോത്തമൻ പിള്ള അങ്ങനെ തന്നെ പുരുഷോത്തമൻ നായർ എന്ന് പറയുന്ന കൊല്ലം NSS കോളേജിലെ അധ്യാപകർ കൊടുത്തു. അദ്ദേഹം ബോട്ടണി അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ ബോട്ടണി ലാബിൽ അത് 5 കൊല്ലം ഇരുന്നു. ബോട്ടണിക്കാരെ അങ്ങനെയാണല്ലോ, ഒരു ജീവിയെ കിട്ടിയ 5 കൊല്ലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്ന ആളുകളാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ കൃഷ്ണൻ നായർ സാറാണത്, കൃഷ്ണപിള്ള സാറാണത്, അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹമാണ് ഇതൊരു പുതിയ ജീവിയാണെന്ന് സംശയം തോന്നി ഇപ്പുറത്തെ അമ്പാട്ട് ഗോപാലൻകുട്ടി മേനോന് കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാരോട് ചോദിക്കുക, കംപ്ലീറ്റ് NSSകാരാണോ സാർ ഈ റിസർച്ച് ചെയ്തത്? ശരിയല്ലേ? അപ്പൊ അദ്ദേഹം അമ്പാട്ട് ഗോപാലൻകുട്ടി മേനോനാണ് അതിന് പേരിട്ടത്. കൊറാഗ്ലാനിസ് അദ്ദേഹത്തിന്റെ ഗൈഡാണ് കൊറാഗ്ലാനിസ് കൃഷ്ണേരി. അപ്പൊ ഈ കൃഷ്ണന്മാരൊക്കെ പെട്ടു. അതാണ് അതിന്റെ മെച്ചം. ശരിയല്ലേ? ആ കൂടി പുരുഷോത്തമൻ നായർ മാത്രമേ പുറത്തായുള്ളൂ. അത് വലിയ പ്രശ്നമില്ല പുള്ളി. അത് പക്ഷെ ആ ഗവേഷണത്തിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയ മാഡമാണ് ഈ ഡോക്ടർ അന്ന മേഴ്സി. കാരണം ഈ മത്സ്യത്തെ കിണറിന്റെ അടിയിലേ കാണുള്ളൂ. ആൺകുട്ടികൾ ആരും വന്നില്ല. പുലി പോലെയുള്ള ആൺകുട്ടികൾ ആരും ഈ ഗവേഷണത്തിന് വന്നില്ല. ആ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോയത് ഡോക്ടർ അന്ന മേഴ്സിയാണ്. 1865 1965 തോന്നുന്നു ബ്രിട്ടീഷ് മ്യൂസിയത്തിന്റെ അതിന്റെ 100ാം വാർഷികത്തിന്റെ എക്സിബിഷനിൽ ഈ മത്സ്യത്തെയാണ് അവർ എക്സിബിറ്റ് ചെയ്ത പ്രധാനമായിട്ടും എന്ന് പറയുന്നു. ഡോക്ടർ അന്ന മേഴ്സി പറയുന്നത് അങ്ങനെയാണ്. മനസ്സിലായ? അവരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോഴും അവരുടെ ഗവേഷണ പ്രബന്ധമാണ് ഈ മത്സ്യത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം. കോട്ടയം ജില്ലയിലെ 45 കിണറുകളാണ് അവർ തേവി വെട്ടിച്ചത്. എന്റെ വീടിന്റെ അടുത്ത് ഈ മത്സ്യം ഉണ്ട്. ഇപ്പോൾ എന്റെ ഭാര്യ വീട്, ഇത് എന്റെ ഭാര്യ വീടിന്റെ അടുത്ത്. ഭാര്യയുടെ അമ്മായി തൃശ്ശൂർ ജില്ലയിൽ കോടാലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്റെ ഭാര്യയുടെ ആന്റി താമസിക്കുന്നത് കോടാലിയാണ്. അപ്പൊ അവിടെ വിളിക്കുന്നതാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പേടിച്ചു പോയി. കോടാലി ആന്റിയുടെ വീട്ടിൽ പോകണം. ഇനി പിക്കാസ് ആന്റി ഉണ്ടോന്ന് എനിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ആ പിക്കാസ് ആന്റി കോടാലി ആന്റിയുടെ വീട്ടിൽ ചെന്നപ്പോ അവിടെ അവരെ കിണർ താത്തിയപ്പോ ആ വീട്ടിൽ നിന്ന് കിട്ടിയതാ. ശരിക്കും പറഞ്ഞാൽ ശ്രീധരായിട്ട് കിട്ടിയതാണത്. മനസ്സിലായി? ആ ലൈവ് ചിത്രം, ഇതൊരു ലൈവ് ചിത്രമാണ് കേട്ടോ. ഇപ്പൊ ധാരാളം കിട്ടുന്നുണ്ട്. ഇനി എന്റെ പേരിലൊരു മത്സ്യമുണ്ട്, ക്രിപ്റ്റോഗ്ലാനി ഷാജി എന്നാണ് എന്റെ പേര്. ആ പേരിടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞെന്താ വെച്ചാൽ അതിനെ കിട്ടിയപ്പോ തന്നെ അതിന് കണ്ണും ഇല്ല, ഉയരവും ഇല്ല, നിറവും ഇല്ല. പെട്ടെന്ന് എന്നെ ഓർമ്മ വന്നു പറഞ്ഞത് ക്രിപ്റ്റോ. വേറൊരു വേട്ടാവളിയാണ് എന്റെ പേരിട്ടിരിക്കുന്നത്, ടിഫിയ ഷാജി. അത് സെന്റൻസ് ഇട്ടതാണ്. മനസ്സിലായ? ഒരാളെ പോലും ഞാൻ ഇതുവരെ കുത്തിയിട്ടില്ല. എന്നാലും അതിന്റെ പേര്.
ഇതാണ് ശുദ്ധജല മത്സ്യങ്ങൾ. തേക്കടി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കുയിലിനെ പിടിച്ചു എന്നാണ്. ഇതാണ് ശുദ്ധജല മത്സ്യങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ടോർ കുദ്രി എന്നാണ്. ഞാനിത് പേര് പറയുമ്പോൾ എനിക്ക് അതിനോടൊപ്പം ചരിത്രം പറയാൻ പറ്റും. ഇതെന്താ കാര്യം വെച്ചാൽ ഇതിന്റെ പേര് W.H. സൈക്സ് ആണ്, വില്യം ഹെൻറി സൈക്സ് എന്നാണ്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അല്ലെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊന്നും പറയാനില്ല, ഒന്നാമത്തെ വിപ്ലവം എന്നേ പറയാനുള്ളൂ. അന്ന് നമ്മൾ ബഹദൂർ ഷാ രണ്ടാമനെ പിടിച്ച് രാജാവാക്കി. കുട്ടികൾ എപ്പോഴും വിചാരിച്ചിരിക്കണേ ബഹദൂർ ഷാ രണ്ടാമതെന്ന് 25 വയസ്സായ ആളാന്ന്. 82 വയസ്സായിരുന്നു ആ ചങ്ങായിക്ക്. അവിടെ ഇരുന്നൊക്കെ തട്ടിപ്പോയിരുന്നു നമ്മുടെ ഗുരുത്വം. ബഹദൂർ ഷാ രണ്ടാമനെ രാജാവാക്കിയ കഥയും നമ്മൾ ഝാൻസി റാണി, മറ്റേ താന്തിയ തൊപ്പി ഇല്ലാത്ത ആള്, അവരൊക്കെ വന്ന് സമരം ചെയ്ത കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ സമരത്തെ കുറിച്ച് ബ്രിട്ടീഷുകാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിന് ശിപ്പായി ലഹള എന്ന് വിളിച്ചത് ബ്രിട്ടീഷുകാരാ. നോക്കൂ, ഈ വില്യം ഹെൻറി സൈക്സ് അദ്ദേഹമാണ് പറഞ്ഞത് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിലിരിപ്പ് മോശമായിട്ടാന്ന് പറഞ്ഞ ഒരാൾ കൂടിയാണ്. അദ്ദേഹം കേണലായിരുന്നു, മനസ്സിലായ. അദ്ദേഹമാണ് പൂനെയിലെ മൂലാമുത്ത നദിയിൽ നിന്ന് അദ്ദേഹം ഈ മത്സ്യങ്ങളെ കണ്ടുപിടിച്ചത്. 1839 ആ മത്സ്യങ്ങളെ കണ്ടുപിടിക്കുന്നത്. ഞാൻ ആ ശാസ്ത്രലേഖനം ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹമാണ് ഇന്ന് ടോർ കുദ്രി എന്ന് പേര് കൊടുത്തത്. അദ്ദേഹം ടോർ കുദ്രി എന്ന് പേര് കൊടുത്തിട്ട് അദ്ദേഹം പറയാ, ഞാൻ ഇതിന് പേരുകൾ ഈ നാട്ടുകാർ എന്താണോ വിളിക്കുന്നത് ആ പേരുകൾ നൽകുന്നു. കാരണം എന്റെ പിന്നാലെ വരുന്നവർക്ക് അവരെ മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ. അതാണ് പ്രാദേശിക നാമം. ആദ്യം പോയിട്ട് പ്രാദേശിക നാമം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് ശാസ്ത്രനാമം പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ശാസ്ത്രനാമം കൊണ്ട് എന്ത് ഉപകാരമുണ്ട്? ഈ AC റൂമിൽ ഇരുന്ന് രണ്ടുപേർ കൂടി പറയാന്നല്ലാണ്ട് അല്ലേ. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അമ്മ ഇന്ന് എനിക്ക് രാഷ്ട്രജലം കനകൂർത്ത തരൂ, ഓ അല്ലെങ്കിൽ നൊറൈസ സെറ്റ് ചെയ്യുമ്പോ വേണ്ട മമ്മി, ചോറ് വേണ്ടേ. ഞാൻ പറയണത് എന്താ വെച്ചാല് നിങ്ങൾ ആദ്യം പ്രാദേശിക നാമം പഠിക്കണം കേട്ടോ. അതിനാണ് ഏറ്റവും വലിയ വില. കാരണം വെച്ചാൽ ഒന്നാമത്തെ ടാക്സോണമി എന്ന് പറയുന്നത് ബോട്ടണിക്കാരൊക്കെ ഏറ്റവും ദ്രോഹികളാണ് അല്ലെ. നിങ്ങൾക്ക് എത്ര സിനോനിം ഉണ്ടാവും ഒരു പ്ലാന്റിന്റെ പേരിൽ? 2 ബോട്ടണിക്കാർ തമ്മിൽ ഒരു പ്ലാന്റ് ഒന്നാണെന്ന് തീരുമാനിച്ച അന്ന് ഞാൻ ഈ പരിപാടി നിർത്തും. ഒരു മാഞ്ചിഫറ ഇന്ത്യക്ക് കണ്ട ഒരാള് ഇത് മാഞ്ചിഫറ അമേരിക്കാനെ എന്ന് പറയും, ശരിയല്ലേ? ഇനി അത് മാത്രല്ല, ഇതിന്റെ ഫിഡലിറ്റിയാണ് ശാസ്ത്രനാമത്തിന്റെ ഏറ്റവും വലിയ. ഒരു 50 സിനോനിം ആണെങ്കിൽ അതിന്റെ ഒരു പ്ലാന്റിന്റെ താഴെ കാണും, ശരിയല്ലേ? എന്ത് വിശ്വാസ്യതയുള്ളത്. എന്റെ അപ്പൻ ഇപ്പോഴും എന്റെ അപ്പൻ പറഞ്ഞിരുന്നത് പ്ലാവ് എന്നാണ്. ഇപ്പോൾ എന്റെ അപ്പൻ പറയുന്നത് പ്ലാവ് എന്നാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് പ്ലാവ് തന്നെയാ, നോ സിനോനിം. എന്റെ മകൻ പറയുന്നത് പ്ലാവ്, നോ ഒബ്ജക്റ്റീവ് സിനോനിം, ശരിയല്ലേ? അപ്പൊ ഏതിനാ വിശ്വാസ്യത, ഫിഡലിറ്റി ഏതാണ്? ഞാൻ ശാസ്ത്രനാമം മോശമാണെന്ന് പറയല്ല, നിങ്ങൾ അതുകൂടി പഠിക്കണം. വലിയ കഥകൾ പറയാനുണ്ട് ഓരോ പേരിലും കേട്ടോ. ആളുകൾ പേരിട്ടത് ഉപയോഗം നോക്കി സൗന്ദര്യം നോക്കിയിട്ടൊക്കെയാണ്. ഉപയോഗം സൗന്ദര്യം കാണുന്ന ഇടം. മനുഷ്യന് പേരിട്ടത് തെറ്റുള്ളൂ. ചിലർക്ക് പേരിട്ടു. എന്റെ ഓഫീസിൽ വന്നൊരു സ്ത്രീ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ അടങ്ങ്, നിങ്ങളുടെ പേരെന്താ ശാന്താന്ന്. അങ്ങനെ പേരിട്ട് നമ്മളുടെ പേരിട്ട് തെറ്റുള്ളൂ, പക്ഷെ ജീവികൾക്ക് പേരിട്ട് തെറ്റില്ല. ഓക്കെ, ഇതാണ് ഞാൻ ഇതിന്റെ കിങ് ഓഫ് ഫിഷസ് എന്നാണ്, കേരളത്തിലെ ശുദ്ധജല മത്സ്യങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന പേരിലാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത് 53 കിലോ വരെ വലിപ്പം വെക്കുന്ന മത്സ്യമാണ്. പക്ഷെ ഇത്രയും വലിപ്പമുള്ള മത്സ്യങ്ങൾ ഇപ്പൊ ഇല്ല. കാരണം എന്താ വെച്ചാൽ പുഴയുടെ ശോഷണം, ആവാസ വ്യവസ്ഥയുടെ ശോഷണം, മറ്റു പല കാരണങ്ങൾക്കൊണ്ട്. പിന്നെ അത്രയും വലുതാവാൻ നമ്മൾ ആരെയും വിടാറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉയരം കൊണ്ട് പറയുന്ന കാരണം എന്താ? ആളുകാരനെ വലുതാൻ സമ്മതിക്കുന്നില്ല, അതാണ്. കാലാവസ്ഥ വ്യതിയാനം. നിങ്ങൾക്ക് ഓരോ മത്സ്യങ്ങളെ കുറിച്ചും പറയുമ്പോൾ ഞാൻ ഇത് കൂടി പറഞ്ഞിട്ട് പോകുന്നത്. കാലാവസ്ഥ വ്യതിയാനം എന്തെങ്കിലും മത്സ്യങ്ങൾക്ക് എന്താണ് കാലാവസ്ഥ വ്യതിയാനം? ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഞാൻ കാലാവസ്ഥ വ്യതിയാനത്തെ അത്ര ഭീകരമായിട്ട് കാണുന്നില്ല. ഭൂമി ചൂടാവുകയും ഭൂമിയുടെ ഒരു കഷ്ണം തെറിച്ചുപോയി. തായ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉൽക്കം ഒന്ന് പതിച്ചതാണ്. അതിന്റെ ഒരു കഷ്ണം അടന്നുപോയി. ആ അടങ്ങുപോയ ചങ്ങായിയുടെ പേരാണ് ചന്ദ്രൻ. ആ ചങ്ങായി ഉള്ളതുകൊണ്ടാണ് ഭൂമിയിൽ ഇപ്പം വേലിയേറ്റവും വേലിയിറക്കവും നടക്കുന്നത് അല്ലെ. ഓരോ മാറ്റങ്ങളും പലപ്പോഴും നല്ലതിനായി ഭവിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ആശങ്കപ്പെടാത്തതും എന്തുകൊണ്ടാണ്? ഭൂമി ചൂടാവുകയും ഭൂമി തണുക്കുകയും ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയതിനു ശേഷമാണ് ഇവിടെ ഫോട്ടോസിന്തസിസും കാര്യങ്ങളും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ടായത്, ശരിയല്ലേ? ആ കാർബോഹൈഡ്രേറ്റിനാണ് നിങ്ങളിപ്പോ ചീത്ത പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡിനാണ് നിങ്ങളിപ്പോ ചീത്ത പറയുന്നത്. അതുകൊണ്ട് ഭൂമി ചൂടാവുകയും തണുക്കുക, അത് സൈക്ലിക് പ്രോസസ്സാണ്, നടക്കും. പക്ഷെ എന്താണ് അതിന്റെ ഭീകരത എന്നുള്ളതാണ്. ഒരാൾക്ക് ഒരാൾ മരിക്കുന്നത് വയസ്സായിട്ട് 80 വയസ്സായതിനു ശേഷമാണ്. നമ്മൾ അയാളെ 40 വയസ്സിൽ കൊല്ലേണ്ട കാര്യമുണ്ടോ? അതാണ് നമ്മൾ ആ കാലാവസ്ഥ വ്യതിയാനത്തിൽ നമ്മൾ കാണേണ്ട ഭീകരത. അതാണ് സ്വാഭാവികമായും പ്രകൃതിക്ക് സംഭവിക്കേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിലൂടെ വരുന്ന വിപത്തുകളെ നമ്മൾ വളരെ നേരത്തെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ്. കാലാവസ്ഥ വ്യതിയാനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ആദ്യം നമുക്കിവിടെ നഷ്ടപ്പെടുന്നത് ഒരു സസ്തനി എന്ന് പറയുന്നത് വരയാടായിരിക്കും എന്നാണ് എന്റെ പ്രവചനം. പലരും സമ്മതിക്കുന്നില്ല കേട്ടോ, വരയാട് അങ്ങനെ പോവില്ല എന്നാണ് പറഞ്ഞത്. പോവും. കാരണം വെച്ചാൽ മലയാറ്റൂർ വരയാട് ഉണ്ടായിരുന്നു. ആളുകൾ മുഴുവൻ പോച്ച് ചെയ്തതല്ല,
അല്ലാണ്ട് തന്നെ സ്വാഭാവികമായ വംശനാശത്തിന്, ലോക്കൽ എക്സ്റ്റൻഷൻ, പ്രാദേശികമായ വംശനാശത്തിന് അത് വിധേയമായിട്ടുണ്ട്. ഇത് ഗാഡ്സ മൊണ്ടാന എന്നാണ്, വെസ്റ്റേൺ ഗാഡ്സ് എന്ന് പറയുന്ന ഗാഡ്സ എന്നുള്ള മൊണ്ടാന എന്ന ലാറ്റിൻ വാക്കിൽ മൊണ്ടൈൻ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് അർത്ഥം. അവരിപ്പോഴും ലാറ്റിൻ ബൈബിളിലൊക്കെ മൊണ്ടൈൻ എന്നാണ് കാണുക. ആ മൊണ്ടൈൻ പ്രദേശത്ത് കാണുന്നതുകൊണ്ടാണ് ഇതിനെ മൊണ്ടാന എന്ന് വിളിക്കുന്നത്. ഇത് ടെമ്പറേച്ചർ ഇനിയൊരു 20 ഡിഗ്രിക്ക് മേലേക്ക് കൂടുകയാണെങ്കിൽ 25-26 ഡിഗ്രിക്ക് മേലേക്ക് വരികയാണെന്ന് വെച്ചാൽ ദിസ് വിൽ ബി ഈസിലി എക്സ്റ്റിങ്ക്ട്. നമുക്ക് നോക്കി നിൽക്കാൻ നമ്മുടെ കൺമുമ്പിൽ നിന്ന് അത് മറഞ്ഞു പോകും. ഇതും അതുപോലെ തന്നെയാണ്. ഇത് വാഗുവരെ എന്ന് കിട്ടിയ ഒരു മത്സ്യമാണ്. ഇതിന്റെ പേര് 1955 ഡോക്ടർ E.G. സൈലസ് എന്ന് പറഞ്ഞ കേരള വൈസ് യൂണിവേഴ്സിറ്റിയുടെ കേരള അഗ്രികൾച്ചർ വൈസ് ചാൻസലറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു വലിയ മരിച്ചുപോയി. അദ്ദേഹം മരണപ്പെട്ടു. 5ഓളം സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വാഗൂരിൽ നിന്ന് കണ്ടുപിടിച്ച മത്സ്യമാണ്. ഇതിന്റെ പേര് ഗാഡ്സ മൊണ്ടാന എന്നാണ്. സോറി, അതിന്റെ പേര് ഗാര ഹുയി, HUGHI. ഹുയി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അനിയന്റെ പേരാണ്. ഹക്സി സൈലസ് എന്നാണ് അദ്ദേഹത്തിന്റെ അനിയന്റെ പേര്. അദ്ദേഹത്തിന്റെ അനിയനാണ് എസ്റ്റേറ്റിൽ മാനേജറായിരുന്നു. അദ്ദേഹം പിടിച്ചു കൊടുത്തതുകൊണ്ടാണ് ഹുയി എന്ന പേരിട്ടത്. ഇതായി ഞാൻ പറയുന്നത് അഡാപ്റ്റേഷൻസ് ആണ്. നമ്മുടെ സസ്യങ്ങൾക്ക് അതിരപ്പള്ളി എന്തുകൊണ്ടാണ് അതിരപ്പള്ളി മേളിലേക്ക് മത്സ്യങ്ങൾ കയറി പോയത്, ആ കുത്തിന്റെ മേലേക്ക് അല്ലെങ്കിൽ ജോഗ് ഫാൾസിന് മേലെ എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾ കാണുന്നതെന്നുള്ള സ്വാഭാവികമായ ചോദ്യം വരാറുണ്ട്. പശ്ചിമഘട്ടത്തിലെ മത്സ്യങ്ങളെല്ലാം തന്നെ അഡാപ്റ്റഡ് ആണ്, ഹൈലി അഡാപ്റ്റഡ് ആണ്. ഹിമാലയത്തിലേക്ക് പോലെ തന്നെ അഡാപ്റ്റഡ് ആണ്. നമ്മുടെ പുഴകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ശരിക്കും പറഞ്ഞാൽ 244 കിലോമീറ്ററോ 194 കിലോമീറ്ററോ 144 കിലോമീറ്ററോ ഒക്കെ ഒഴുകാനുള്ള പുഴകളൊന്നും കേരളത്തിൽ ഇല്ല. മറ്റേ 2693 ആനമുടിയുടെ ഉയരം. അവിടെ നിന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നേരെ കടലിലെത്താൻ 10 മിനിറ്റ് മതി. പക്ഷെ ആ പുഴയാണ് വളഞ്ഞു തിരിഞ്ഞൊക്കെ ഒഴുകുന്നത്. പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ, കാസ്കേഡുകൾ, അതുപോലെ തന്നെ ബെഡ് റോക്സ്, അതുപോലെ തന്നെ ബോൾട്ടേഴ്സ്, കോബിൾസ് എന്നൊക്കെ പറയുന്ന വലിയ പാറകളൊക്കെ ചേർന്നുള്ള പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ സൃഷ്ടിച്ചിട്ടാണ് ഒരു പുഴ ഒഴുകുന്നത്. അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അനുരൂപനങ്ങൾ ശ്രദ്ധിച്ച മത്സ്യമാണിത്. ഇതിന്റെ പഴയ കാലത്തുള്ള പേര് ഡിസ്കോഗ്നാത്തസ് എന്നായിരുന്നു. അത് ശരിക്കുള്ള പേരായിരുന്നു. ഡിസ്ക് എന്ന് വെച്ചാൽ ഗ്രാത്ത എന്ന് പറഞ്ഞാൽ വായ എന്നാണ് അർത്ഥം. അങ്ങനെ സക്കറുള്ള മത്സ്യങ്ങളാണ്. ഇത് സക്കർ ഫിഷ് എന്നൊക്കെ വിളിച്ചിട്ട് ഇപ്പോ ഇത് ചെയ്യുന്നുണ്ട്. ഇതാണ് കേരളത്തിൽ കാണുന്നത്. കേരളത്തിന്റെ സ്വന്തം പേരുള്ള ഒരു മത്സ്യമാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഇതിന്റെ പേര് നെമോക്കിലസ് ഇൻഡോറിയോ നെക്ടസ് കേരള. 1984 കേരള യൂണിവേഴ്സിറ്റിയിലെ റിത്ത എന്ന് പറയുന്ന ഒരു മാഡമാണ് സുവോളജിയിൽ ഉണ്ടായിരുന്ന. അവരാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിന്റെ പേര് ഇൻഡോറിയോ നെക്ടസ് കേരളൻസിസ്. ഫസ്റ്റ് ഓർഡർ സ്ട്രീംസിലേക്ക് ഇത് ഉണ്ടാവും. സ്ട്രീംസിന് ഓർഡർ ഉണ്ടല്ലോ, ഫസ്റ്റ് ഓർഡർ ചെന്ന് സെക്കൻഡ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ചെന്ന് തേർഡ് ഓർഡർ എന്നൊക്കെ പറയുന്ന പോലെ അതിനൊരു ജിയോളജിക്കൽ ഇൻഫർമേഷൻ കൂടിയാണ്. അത്തരത്തിലുള്ള ഫസ്റ്റ് ഓർഡർ സ്ട്രീംസിലൊക്കെയാണ് ഇവരുണ്ടാവുക. കുറച്ചുകൂടി ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക. തേക്കടിയിൽ താമര എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ തേക്കടിയുടെ ഉയർന്ന ഭാഗങ്ങളിലൊക്കെ ഈ മത്സ്യങ്ങളുണ്ട്. നമ്മുടെ CHR കാർഡോ ഹിൽ റിസർവിന്റെ ഒക്കെ ഭാഗങ്ങളിലൊക്കെ ഈ മത്സ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ കൂടുതൽ വൻതോതിൽ കീടനാശിനി പ്രയോഗം കാരണം കൊണ്ട് ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് എന്നൊക്കെ അത് എക്സ്റ്റിങ്ക്ട് ആയി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഗാര മ്ലാപ്പാറൻസിസ് എന്ന് പറയുന്ന മത്സ്യം. ഇതൊക്കെ എൻഡമിക് സ്പീഷീസുകളാണ് കേട്ടോ. ഒരു എൻഡമിക് സ്പീഷീസിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കണമെന്ന് എനിക്കറിയില്ല. ചാൾസ് ഡാർവിനും അദ്ദേഹത്തിന്റെ പുസ്തകത്തില് എൻഡമിക് സ്പീഷീസുകളെ കുറിച്ച് ധാരാളം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ സ്പീഷീസിനകത്ത് അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് പല സ്ഥലത്തും പരാമർശിക്കുന്നുണ്ട്. ഇന്ത്യയെ കുറിച്ച് പരാമർശിക്കുന്ന 2 സ്ഥലത്താണ്. അതായത് എൻഡമിക് സ്പീഷീസിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചാൾസ് ഡാർവിൻ പറയുന്നിടത്ത് ഇന്ത്യയിൽ മത്സ്യങ്ങൾ 1817 സെപ്റ്റംബർ മാസം അപ്പോഴായിരിക്കും, ആ സമയമാണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് ഒരു ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. 1817 ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് ബംഗ്ലാദേശിൽ നിന്ന് ഒരു വലിയ ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും കുറെ മത്സ്യങ്ങൾ കൊണ്ട് മത്സ്യപ്പെയ്ത്തുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മത്സ്യപ്പെയ്ത്തുകൾ അത്തരത്തിലാണ് എൻഡമിസം ചലഞ്ച് ചെയ്യപ്പെടുന്നതെന്ന് ഒറിജിനൽ സ്പീഷീസിൽ ഇന്ത്യ പരാമർശിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നത്, ചാൾസ് ഡാർവിൻ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഇതെന്താ വെച്ചാല് എൻഡമിക് സ്പീഷീസ് എന്നുള്ള വാക്ക് ആർതർ കണ്ടോളി എന്ന് പറഞ്ഞ ഒരാൾ കണ്ടുപിടിച്ചതാണ്. ആർതർ കണ്ടോളി അദ്ദേഹമാണ് ആ വാക്കിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. എൻഡമിക് സ്പീഷീസ് എന്ന ജിയോഗ്രഫിക്കൽ ലോക്കലൈസേഷൻ ഓഫ് എ സ്പീഷീസ് ഈസ് കോൾഡ് എൻഡമിസം. അത് വളരെ ലളിതമായിട്ടുള്ള നിർവചനമാണ്, പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്ന നിർവചനമാണ്. പക്ഷെ അത് പറയുന്ന സന്ദേശം എന്താ വെച്ചാല്, ഹലോ, ഞാൻ തിരിച്ചു വിളിക്കാട്ടാ. ഹലോ, പലതരത്തിലുള്ള ഫോൺ കോളുകൾ വരും. നാളെ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് സുന്ദരനാണോ എന്ന്. ഞാൻ സുന്ദരനല്ല എന്ന് പറഞ്ഞു. അപ്പൊ എൻഡമിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ജിയോഗ്രഫിക്കൽ ലോക്കലൈസ്, അത് ഞാൻ പറഞ്ഞിരുന്നു, ജിയോഗ്രഫിക്കൽ ലോക്കലൈസേഷൻ ഓഫ് സ്പീഷീസ് കൊണ്ട് എൻഡമിസം. അതിന്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ സം സ്പീഷീസ് മേ ബി ഇവോൾവ്ഡ് അറ്റ് എ പർട്ടിക്കുലർ ലൊക്കേഷൻ. ഒരു സ്ഥലത്ത് ഇവിടെ കോട്ടയം ഈ ആദ്യ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂ സ്പീഷീസ്. അതിന് പലയിടത്തേക്ക് പകരാൻ പറ്റില്ലല്ലോ. അപ്പൊ ദാറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് എവല്യൂഷൻ. ശരിയല്ലേ? അത് പരിണാമത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. ഇപ്പൊ നമ്മൾ നോക്കുക, ഈ നീലഗിരി താർ, ഹെമിട്രാഗസ് ഹൈലോക്രിയസ് അല്ലെങ്കിൽ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന് പറയുന്ന ആ മാമൽ ഒരു കാലത്ത് ക്ലിഫുകളിലെല്ലാം ഉണ്ടായിരുന്നു.
പല സ്ഥലത്തും അത് എക്സ്റ്റിങ്ക്റ്റ് ആയി നൗ കൺഫൈൻഡ് ടു ദ എരവികുളം അല്ലെങ്കിൽ നീലഗിരി അങ്ങനെയുള്ള ഭാഗത്ത് മാത്രം കൺഫൈൻഡ്. ഇനി അവസാനം അവിടെയൊക്കെ അത് എക്സ്റ്റിങ്ക്റ്റ് ആവും. ചിലപ്പോൾ എരവികുളത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എൻഡമിക് ടു എരവികുളം. ശരിയല്ലേ? ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പൊ രണ്ട് രീതിയിലാണ് ഈ എന്താ പറയാ ഈ എൻഡമിക് സ്പീഷീസുകൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. അത് ബയോളജിക്കൽ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന് വലിയ വില കൊടുക്കുന്ന. അതുകൊണ്ടാണ് എൻഡമിസത്തെ കുറിച്ച് ആളുകൾ അങ്ങനെ ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. ഇത് തേക്കടിയിൽ മാത്രം കാണുന്ന ഒരു മത്സ്യമാണ്. ബ്ലാപ്പാറൻസിസ് എന്നാണ്, ഗാര ബ്ലാപ്പാറൻസിസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഇത് ഭൂമിക്ക് അടിയിൽ കാണുന്ന ഒരു മത്സ്യത്തെ പിന്നെയും കണ്ടുപിടിച്ചിരുന്നു. ഇതിന്റെ പേര് എനിഗ്മ ചെന്ന. ഇത് എന്റെ വീട്ടിൽ വെച്ച് എടുത്തതാണ് കേട്ടോ, ചാലക്കുടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇതിന്റെ പേര് എനിഗ്മ ചെന്ന ഗോഡു. വേറൊരു സ്പീഷീസിന്റെ തിരുവല്ലയിൽ നിന്ന് കണ്ടുപിടിച്ചിരുന്നു എനിഗ്മ ചെന്ന മഹാബലി. ഇത് ഭൂമിക്ക് അടിയിൽ എന്ന് പറയുന്നത് ശരിയല്ല, നെൽപ്പാടങ്ങളോട് ചേർന്നിട്ടുള്ള താഴ്ന്ന ഒത്തിരി അടി പ്രദേശങ്ങളിൽ, അല്ലാതെ ഹൊറഗ്ലാരിസ് കൃഷ്ണയെ കാണുന്ന പോലെ ഭൂമിക്ക് അടി പാതാളത്തിലൊന്നുമല്ല കാണുന്നത്. ഇതിന് ആൾക്കാർ പാതാള വരാൽ എന്നൊക്കെ വിളിക്കുന്നത്. ചിലര് പേരിട്ട് ഒരു സ്പീഷീസിനോട് കണ്ടുപിടിച്ചിരുന്നു എനിഗ്മ ചെന്നി മഹാബലി എന്നും പറഞ്ഞിട്ട്. മഹാബലിയെ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി എന്നുള്ള വിശ്വാസത്തിലാണ്. മഹാബലിയെ പാതാളത്തിലേക്ക് അല്ല ചവിട്ടി താഴ്ത്തിയേ ആണോ? ഇപ്പോഴും കേരളത്തുകാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതാ. മഹാബലിയെ പാതാളത്തിലേക്കല്ല, മഹാബലിയെ സുതലത്തിലേക്കാണ് ചവിട്ടി താഴ്ത്തിയത് കേട്ടോ. ആ കഥ തെറ്റാണ്, തിരുത്തിക്കോളൂ കേട്ടോ. മഹാബലിയെ സുതലത്തിലേക്ക്, സുതലം സ്വർഗാഭിപ്രാപ്തി എന്നാണ്. സുതലം സ്വർഗത്തെക്കാൾ സ്വർഗത്തിന് തുല്യമാണെന്നാണ്. അവിടെ മഹാവിഷ്ണുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളി കേട്ടോ. അത് വേറൊരു കഥ. ഇതും വേറൊരു സ്പീഷീസ് ആണ്. എൻഡമിക് ആയിട്ടുള്ള ആനമലൈ ഭാഗത്ത് കാണുന്ന ആനമലൈ ലോച്ച് എന്നാണ് പറയാ. ഇത് ഞാൻ കണ്ടുപിടിച്ച സ്പീഷീസ് ആണ്. കൊശവൻ ഓട്ടക്കാലത്തിലെ കഞ്ഞി വെക്കും എന്നുള്ള പറഞ്ഞ പോലെയാ. എന്റെ ഒരു സ്പീഷീസിന്റെ മാത്രം നല്ല പടമില്ല, ബാക്കി എല്ലാത്തിന്റെ നല്ല പടം എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? ഇത് മീസോനിമക്കലിസ് രമാദേവി എന്നാണ് ഇതിന്, സൈലന്റ് വാലി കുന്തി നദി എന്നാണ് അതിനെ കണ്ടുപിടിച്ചത്. അതായത് മീസോനിമക്കലിസ് രമാദേവി എന്നാണ് അതിന് ഞാൻ പേരിട്ടത്. ഞാൻ അതിന് പേരിട്ടപ്പോ ഒരെണ്ണത്തിന് പാൻജിയോ ഭാഷ, ഒരെണ്ണത്തിന് ഗാര സുരേന്ദ്രനാഥിനി, ഒരെണ്ണത്തിന് ഹോമലക്ട്രോ മേനോനി, ഒരെണ്ണത്തിന് ഹലോ ഹലോ ഞാൻ പറയാം, വിളിച്ചു പറയാം കേട്ടോ, വിളിച്ചു പറയാം. അതെന്താ? അപ്പൊ ഞാൻ നാലെണ്ണത്തെ കണ്ടുപിടിച്ചു. അപ്പൊ എല്ലാത്തിന്റെയും ഡോക്ടർ പാൻജിയോ ഭാഷ എന്ന് പറഞ്ഞ ഡോക്ടർ ഭാഷയായിരുന്നു അതിന്റെ ഡയറക്ടർ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഹോമലക്ട്രോ മേനോൻ എന്ന് പറഞ്ഞാൽ ഡാമ്പാട്ട് ഗോപാലൻകുട്ടി മേനോൻ, ഏജോക്കി മേനോനായിരുന്നു. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഗാര സുരേന്ദ്രനാഥിനി ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്നു. ഈ രമാദേവി ആരാന്ന് പറയാൻ മറന്നുപോയില്ല. അപ്പൊ അതുകൊണ്ട് പിറ്റേ ദിവസം കുട്ടികൾ വിചാരിച്ചു രമാദേവി എന്റെ ടീമാന്ന് വിചാരിച്ചു. എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തപ്പോ ഭാര്യ എടുത്തേ, രമാദേവി ചേച്ചി അല്ലേന്ന് ചോദിച്ചു. ആ ചോദ്യം മാത്രമേ ഓർമ്മയുള്ളൂ. 3 ദിവസം പുറത്താടുന്നത്. മനസ്സിലായില്ലേ? എന്റെ ഭാര്യയുടെ പേര് മേരീസ് എന്നാണ്, പ്രത്യേകം പ്രസ്താവ്യം. ഇനി വിളിച്ചിട്ട് രമാദേവി ചേച്ചിന്ന് ചോദിച്ചാൽ അവൾ ഇനി സഹിച്ചോളൊന്നുമില്ല. ഇത് ക്രോസോകൈലസ് പെരിയാറൻസിസ് എന്ന് പറയുന്നത് 1984 തന്നെ 1994 കണ്ടുപിടിച്ചൊരു മത്സ്യമാണ്. തേക്കടിക്കകത്തുനിന്ന് കരിമ്പാച്ചി എന്നൊക്കെയാണ് ഇതിനെ പറയുക. ഇതും ദിസ് ഈസ് ആൾസോ എൻഡമിക് സ്പീഷീസ്. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച സ്പീഷീസ്, ഗാര സുരേന്ദ്രനാഥിനി. ഒരു കേരള ഫോറസ്റ്റ് സൊസൈറ്റിയിലെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ചീഫ് കൺസർവേറ്റർ ആയിരുന്നു സുരേന്ദ്രനാഥൻ ആശാരി. അദ്ദേഹത്തിന്റെ പേരിലാണ് കണ്ടുപിടിച്ചത്. എനിക്ക് എന്തോരം സമയമുണ്ട്, ഞാനായിട്ട് നിർത്തുന്നു ആരും വിചാരിക്കണ്ട. എന്നോട് പറഞ്ഞ സമയം എത്രയുണ്ട്? ഇതും എൻഡമിക്. ഞാൻ ഒക്കെ എൻഡമിക്കിന്റെ പേര് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് ക്രോസോകൈലസ് ഇത് കരിമ്പാച്ചി എന്നാണ് പറയുക. കരിമ്പാച്ചി അല്ല, കരിയാൻ എന്നാണ് പറയുക. ഗോണോപ്രോക്ടോപ്റ്റീറസ് അല്ലെങ്കിൽ ഹിപ്സിലോബാർബസ് പെരിയാറൻസിസ് എന്നൊക്കെ പറയും. തേക്കടിയിലെ ലേക്കിലെ ഫിഷറീസിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന മത്സ്യങ്ങളിൽ ഒന്നും കൂടിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ശാസ്ത്രജ്ഞന്മാരുടെ അബദ്ധം പറ്റും എന്ന് പറയുന്നത് അതിന്റെ ഒരു കഥ കൂടിയാണ്. ഇതിന്റെ പേര് പ്രിസ്റ്റോലെപ്പിസ് റൂബ്രി പിന്നിസ് എന്നാണ്. ഇത് ആക്ച്വലി ആദ്യം കിട്ടുന്നത് എനിക്കാണ്. അതിന് ഞാൻ പേരിടുന്നതിന് വേണ്ടി ഒരു സംശയത്തിന് വേണ്ടി വേറൊരാൾക്ക് അയച്ചു കൊടുത്തതാ. അത് പിന്നെ പേരായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. മനസ്സിലായില്ലേ? ഞാനതിന് പേരൊക്കെ കണ്ടുവച്ചതായിരുന്നു. ഞാനത് ഹിന്ദുവിലെ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു, സുധി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന് പേര് കൊടുക്കുക. അദ്ദേഹം എക്കോളജിക്കൽ വാർത്തകൾ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിടാനായിരുന്നു എന്റെ മനസ്സിൽ ആഗ്രഹം. അദ്ദേഹത്തോട് കൺസെന്റ് വാങ്ങി വെച്ചു. എന്നിട്ട് അത് ഞാൻ പ്രിസ്റ്റോലെപ്പിസ് സുധി എന്നും പറഞ്ഞ് പേര് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് അയച്ചു കൊടുത്തത്. പിന്നെ പേരായിട്ട് വന്നതുകൊണ്ട് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടിയില്ല. എന്നാൽ അവൻ ആ സുധി എന്നുള്ള പേരിട്ടെങ്കിൽ എന്റെ മാനമെങ്കിലും രക്ഷിക്കാമായിരുന്നു. ഇത് അഡാപ്റ്റഡ് ഫോംസിലൊന്നാണ്. ഗ്ലിപ്റ്റോതൊറാക്സ് എന്ന് പറഞ്ഞ സ്പീഷീസുകളുടെ പേര് പറയാം. ഇവരുടെ പേരുകളാണ് കേട്ടോ രസം. ബ്രിട്ടീഷുകാർ ഇട്ടതുകൊണ്ട് അതിന് നല്ല രസമുള്ള പേരുകളാണ്. ഗ്ലിപ്റ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തെന്നാണ് അർത്ഥം. ഗ്ലിപ്റ്റോ എന്ന് വെച്ചാൽ വിടവെന്നാണ് അർത്ഥം. തൊറാക്സ് എന്ന് പറഞ്ഞാൽ കഴുത്തെന്നാണ് അർത്ഥം. ഇപ്പൊ MSc സുവോളജി ഒക്കെ പഠിച്ച കുട്ടികൾ പണ്ടത്തെ പോലെ ഭർത്താവുമായി തല്ലുവിടുമ്പോ എന്താ പറയാ?
നിങ്ങൾ എന്റെ കഴുത്തിൽ കാല് കെട്ടിയതിന് ശേഷമാണെന്നല്ല പറയാ, നിങ്ങൾ എന്റെ തൊറാക്സിൽ കെട്ടിയതിന് ശേഷമാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് ഇപ്പൊ അവർ പറയാ. എന്നുവെച്ചാൽ സുവോളജി പഠിച്ച കാരണം കൊണ്ട്. അപ്പൊ ഗ്ലിപ്റ്റോ എന്ന് വെച്ചാൽ വിടവുകൾ, തൊറാക്സ് എന്ന് വെച്ചാൽ കഴുത്തുന്നാണ് അർത്ഥം. ഗ്ലിപ്റ്റോ തൊറാക്സ് അതിന്റെ സക്ക് ചെയ്ത് പിടിച്ചിരിക്കാൻ പറ്റും. നമ്മൾ ജീവനോടെ ഇങ്ങനെ പിടിച്ച് മാംസത്തും അതും ഇങ്ങനെ പിടിക്കും. മനസ്സിലായ? അത്രയധികം ഏത് ഒഴുക്കിന്റെ പ്രതിബന്ധങ്ങൾ അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്ന അർത്ഥം. മഞ്ഞക്കൂരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മത്സ്യമായിരിക്കും. മഞ്ഞക്കൂരിക്ക് ബന്ധുക്കൾ ഇല്ലായിരുന്നു 94 വരെ. ഇത് മഞ്ഞക്കൂരിയുടെ ഒരു പുതിയ ബന്ധുവിനെ ചാലക്കുടിയിൽ നിന്ന് 94 ശ്രീലങ്കൻ ഗവേഷകനായ റോഹൻ ബത്തേവോടെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അതിന്റെ പേര്, ഇത് ചാലക്കുടി പുഴയിൽ ഏതാണ്ട് 5ഓളം എൻഡമിക്സുകളുണ്ട്. അതിൽപ്പെട്ടതാണ്. ഇപ്പൊ എൻഡമിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് 2018 പ്രളയത്തിന് ശേഷം നിന്ന് പോയി. നമുക്ക് മാറ്റി റിവൈസ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ പുഴകളെല്ലാം ഒന്നായി പോയി. ഇപ്പൊ എന്റെ വീടിന്റെ എനിക്ക് കാര്യമായിട്ട് ഒന്നും അപകടം സംഭവിച്ചില്ല. കാരണം എന്റെ വീടിന്റെ മേളിൽ കൂടെ വെള്ളം പോയത്. പിന്നെ എന്ത് സംഭവിക്കാനാണ്? മനസ്സിലായി? അതെന്താ വെച്ചാല് ഒരു അപകടം എന്താ വെച്ചാല് ഞങ്ങള് വീട്ടിൽ വെള്ളം വന്നേരം ഈ CMDRF അങ്ങനെ ഒരു സാധനല്ലേ, എന്താണ് രക്ഷിക്കുന്ന ആൾക്കാർ, അവന്മാരെന്ന് പറഞ്ഞാൽ 6 അടി പൊക്കമുള്ളവരായിരുന്നു. അപ്പൊ അവന്മാരിങ്ങനെ വന്നപ്പോ ഞാൻ രക്ഷിക്കണേന്ന് പറഞ്ഞു. അവന്മാര് മൈൻഡ് ചെയ്തില്ല. കാരണം അവരുടെയൊക്കെ മുട്ടിനെ വെള്ളമുള്ളൂ. പക്ഷെ ആ വെള്ളം എന്റെ തലയ്ക്ക് വെള്ളം നിൽക്കണേന്ന് അവർ മനസ്സിലാക്കണ്ടേ. അവർ വരാതെ പോയത് കൊണ്ട് ഞങ്ങൾ കുറച്ച് രക്ഷപ്പെടാൻ വൈകി. അപ്പൊ ഈ പ്രളയം വന്നതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മിക്ക പുഴകളും തമ്മിൽ, ഇപ്പൊ കരുവന്നൂർ പുഴയായാലും ചാലക്കുടി പുഴയായാലും തൊട്ടിപ്പുറത്തെ ഈ പുഴകൾ, നിങ്ങളുടെ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള പുഴകളില്ലേ, അതായത് വേമ്പനാട്ട് ലേക്കിലേക്ക് ഇരിക്കുന്ന പഞ്ചനദികളുണ്ടല്ലോ, മീനച്ചിൽ, മണിമല, പമ്പ, അച്ചൻകോവിൽ എന്നൊക്കെ പറയുന്നത്, ഈ പുഴകളൊക്കെ തന്നെ ഏതാണ്ട് ഒന്നായി പോയിട്ടുണ്ട്. അപ്പൊ മത്സ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകർന്നിട്ടുണ്ട്. പെടമലയാറൊക്കെ ഇത് ധാരാളം കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ എൻഡമിസം എന്ന് പറയുന്നത് ഇപ്പൊ മത്സ്യങ്ങളെ സംബന്ധിച്ച് ഓരോ പുഴകളിലുമായിട്ടാണ് എൻഡമിസം പരിമിതപ്പെട്ടിരുന്നത്. അപ്പൊ അത് മാറിയിട്ടുണ്ട്. മനസ്സിലായി? നമ്മളിപ്പോ എൻഡമിക് ആണെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് വേറെ പുഴകളിൽ നിന്നൊക്കെ കിട്ടാം. ഇപ്പൊ ലേബിയോ ഡുസുമേരി എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്, പുല്ലൻ. അത് ഒരു കാലത്ത് കോട്ടയം ജില്ലയിൽ മാത്രമേ രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. ഇപ്പൊ അത് കരുവന്നൂർ പുഴയിൽ ധാരാളം കിട്ടുന്നുണ്ട്. കരുവന്നൂർ പുഴ മാത്രമല്ല, അങ്ങ് അറ്റം വരെ തെക്കോട്ട് വരെ കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് ചെറിയൊരു ഈ പ്രളയത്തിന് ശേഷം അത് ഒന്നുകൂടെ എൻഡമിസത്തെ നിർവചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കേരളം എന്ന് പറയുന്നത് മൊത്തം ഭൂപ്രദേശത്തെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എൻഡമിസം എന്ന് പറയുന്നത് തെറ്റില്ല. പുഴകളെ മാത്രമായി പരിമിതപ്പെടുത്തി എൻഡമിക് ടു കരുവന്നൂർ റിവർ, എൻഡമിക് ടു ചാലക്കുടി പുഴ എന്ന് മാത്രം പറയുന്ന അർത്ഥം. ഇതാണ് ഈ ലെപ്പിഡോപൈഗോപ്സിസ് ടൈപ്പസ് എന്ന് പറയുന്നത്. കുറെ കാലം ഈ മത്സ്യത്തെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൊറാ സത്പുര ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ ബന്ധുക്കളെല്ലാം ഹിമാലയൻ റീജിയനിലാണ് കാണപ്പെടുന്നതെന്നാണ് പറയുക. നമ്മൾ വരയാടിന്റെ കാര്യം പറഞ്ഞോളൂ. വരയാടിന്റെ ഒറിജിൻ എവല്യൂഷനെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ. വരയാട് എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ താറുണ്ടായിരുന്നു, ഹെമിട്രാഗസ് ഹിമാലയാനസ്. പിന്നെ ഒരു സ്ട്രോക്ക് അറേബ്യയിലേക്ക് പോയി ഹെമിട്രാഗസ് ജംലാഹിക്കസ് ആയി, ഒരു സ്ട്രോക്ക് വെസ്റ്റേൺ ഗാർഡ്സിലേക്ക് പോകുന്നു. അതിന്റെ പേരാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രയസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഹിമാലയൻ സ്ട്രോക്ക് ആയിരിക്കണം ഇവിടേക്ക് വന്നത് എന്ന് പറയുന്ന ഹൊറാ സത്പുര ടൈപ്പോസിന്റെ തെളിവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മത്സ്യമാണ്. ദിസ് ഈസ് സ്ട്രിക്ട്ലി എൻഡമിക് ടു പെരിയാർ ടൈഗർ. ആ 26 ചതുരശ്ര കിലോമീറ്റർ സ്ക്വയറിൽ മാത്രമേ ഉള്ളൂ ഇതിപ്പോ. വേറെ ഇവിടെ നിന്നും നമുക്ക് ഇതിനെ കണ്ടുകിട്ടാൻ പറ്റിയിട്ടില്ല. ഇതും ചാലക്കുടി പുഴയിലെ എൻഡമിക് ആയിട്ടുള്ള ഒരു മത്സ്യമാണ്. ഇതിന്റെ പേര് ഓസ്റ്റിയോകൈലിത്തിസ് ലോഞ്ചിഡോർസാലിസ്. ഇക്തിസ് എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് ഇക്തിയോളജി എന്നാണ് പറയാ കേട്ടോ. പക്ഷെ മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നതിന് ഇക്തികൾച്ചർ എന്ന് പറയില്ല, പിസിക്കൾച്ചറിനെ പറയും. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ലാറ്റിൻ ബൈബിളിലെല്ലാം തന്നെ ഇതൊക്കെ ലാറ്റിനിൽ നിന്ന് കടമെടുത്തതാണ്. പ്രത്യേകിച്ച് ബൈബിൾ എന്ന് പറയാവുന്ന, ധൈര്യമായിട്ട് പറയാവുന്ന കുറെ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതായത് ഇക്തൂസ് എന്ന വാക്ക് ക്രിസ്ത്യാനികളുടെ അടയാളം കുരിശൊന്നും ആയിരുന്നില്ല. നിങ്ങളോട് ആരും പറഞ്ഞ കുരിശായിരുന്നു ക്രിസ്ത്യാനികളുടെ അടയാളം എന്ന്? അത് ഉടയാണ്, ശുദ്ധമായ ഉടയാണ്. ക്രിസ്ത്യാനികളുടെ അടയാളം കുരിശല്ലായിരുന്നു. അവരൊരു കുരിശായിരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഈ കുരിശൊക്കെ പറഞ്ഞത് 7-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ്. ക്രിസ്ത്യാനികൾ പലപ്പോഴും മതപീഡനം നടന്നിരുന്ന കാലത്ത്, നിങ്ങൾ കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിക്ക് മുമ്പ് അടുത്തുള്ള കാലങ്ങളിലൊക്കെ തന്നെ AD 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിസ് അവർ തമ്മിൽ പരസ്പരം അറിയാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന മത്സ്യത്തിന്റെ ചിഹ്നമായിരുന്നു. കൈമൊരു മത്സ്യത്തിന്റെ പടം വരച്ചിട്ടാൽ മറ്റൊരു ക്രിസ്ത്യാനിക്ക് മനസ്സിലാവും ഇവ മീൻ കഴിക്കണതല്ല, ഇവ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാവും. മനസ്സിലായ? അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിനവർ ഉപയോഗിച്ചിരുന്ന ഐസസ്, അതായത് ഐസസ് നസ്രൈനോസ്, നമ്മള് കുരിശിന്റെ മുകളിലൊക്കെ ഓസ്തിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവില്ല. ഒരു യേശുവിന്റെ ശരീരം എന്ന് പറഞ്ഞു കൊടുക്കുന്ന തിരുവോസ്തിയിൽ എഴുതിയിരുന്ന ISS ആണ്. ഐസസ് ഹോമിനം സാൽവേറ്റർ എന്നാണ്. ഈ ലാറ്റിൻ ഭാഷയിൽ ജെ എന്ന് പറയുന്ന അക്ഷരം ഇല്ലേ, അതുകൊണ്ടാണ് I ഉപയോഗിക്കുന്നത്. INRI എന്നല്ല എഴുതിയേക്കണേ, JNRI എന്നല്ല. INRI എന്ന് വെച്ചാൽ ഐസസ് നസ്രൈനോസ് റെക്സ് ജുഡെർ എന്നാണ്. രണ്ടിടത്തും ജെ ഇല്ലല്ലോ, ലാറ്റിൻ അക്ഷരത്തിൽ ജെ ഇല്ല, I ഉള്ളൂ. ജെക്ക് പകരം I ആണ് ഉപയോഗിക്കുക. ഐസൂസ് എന്നാണ് പറയുക. അപ്പൊ IS എന്ന് ഐസൂസ് ഹോമിനം സാൽവേറ്റർ എന്നാണ്. ഇതിന്റെ ഗ്രീക്ക് അബ്രിവേഷൻ ആണ് ഇക്തൂസ്. അതിൽ നിന്നാണ് ഈ തിയോളജി എന്ന വാക്കുണ്ടാവുന്നത്. അതേസമയം ലാറ്റിൻ ബൈബിളിലെല്ലാം തന്നെ നിങ്ങൾ നോക്കിയ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പിസിബസ് എന്നാണ് കാണുക. പിസിബസ് മറായന എന്നാണ് കാണുക. എന്ന് വെച്ചാൽ മത്സ്യങ്ങൾ, കടലിലെ മത്സ്യങ്ങൾ എന്നാണ് പിസിബസ്.
നിങ്ങൾ മത്സ്യം പിടിച്ചിരിക്കുന്നവര് മത്സ്യം പിടിക്കുന്നവരായിരുന്നല്ലോ. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാവരും മീൻ പിടിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നല്ലോ, തട്ടിപ്പുകാരായിരുന്നു. പിന്നെ അവർ നന്നായതാണ്. ശരിയല്ലേ? അങ്ങനെ തന്നെയാണ് ചുങ്കക്കാരും മീൻ പിടുത്തം. അതിനകത്തൊക്കെ പിസി ബസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ആ പിസ്സാണ് നമ്മൾ പിസി കൾച്ചർ. അതുകൊണ്ടാണ് സൂപ്പർ ക്ലാസ് പിസസ് ആയത്. മനസ്സിലായില്ലേ? സൂപ്പർ ക്ലാസ് പിസസ് ആണ് അങ്ങനെ വന്നതാ. അത് ഈ ലാറ്റിൻ വാക്കിൽ വന്നതാ. അതുകൊണ്ടാണ് ഓസ്റ്റിയോ കൈലിക്തിസ്. ഓസ്റ്റിയോ എന്ന് വെച്ചാൽ ബോൺ, ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോളജി, ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺ, ഇക്തിസ് എന്ന് പറഞ്ഞാൽ മത്സ്യം എന്നാണ്, കൈൽ എന്ന് പറഞ്ഞാൽ ഉളി എന്നാണ് അർത്ഥം. കൈലിസ് വായിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉളി പോലെ കാണാം. അവർ ഈ ആൽഗ കട്ട് ചെയ്ത് തിന്നുന്നവരാ, കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തിന്നും. ഇതൊക്കെ എൻഡമിക് മത്സ്യങ്ങളാണ്. ഞാനിത് കഴിഞ്ഞിട്ട് മറ്റേ ഇൻവേഷനെ കുറിച്ച് പറയാനുണ്ട്, അതുകൊണ്ടാണ്. ഇത് ലോച്ചസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾ പുഴയിൽ ചെന്ന് കഴിഞ്ഞാല് പുഴ ഞാൻ പറഞ്ഞല്ലോ, പുഴ എന്ന് പറയുന്നത് പുഴയെ കുറിച്ചും പഠിക്കണം കേട്ടോ. ഞാൻ എല്ലാ ഇതിലും കവിതകളൊക്കെ പാടി കൊടുക്കാറുണ്ട്. പുഴകളെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാന്നറിയോ? മീൻ ഒരിക്കലും മറ്റേ ലുലു മാളിൽ ഉണ്ടാവില്ല. മീൻ എപ്പോഴും പുഴയിലേ ഉണ്ടാവുള്ളൂ, വെള്ളത്തിലുണ്ടാവും. പുഴകളെ കുറിച്ചുള്ള പഠനത്തിന് പോട്ടോമോളജി എന്ന് പറയാം. കേട്ടില്ലേ? പോട്ടോമോളജി എന്നുള്ള വാക്ക് പോമോളജി ഉണ്ട്. പോമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങളെ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള പഠനമാണ്. പോട്ടോമോളജി എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങളെ കുറിച്ച്, അല്ല, പുഴകളെ കുറിച്ചുള്ള പഠനമാണ്. മെസോപ്പൊട്ടോമിയ എന്ന് കേട്ടില്ല? മീസോപ്പൊട്ടോമിയ. മീസോ എന്ന് വെച്ചാൽ നടുവെന്ന് അർത്ഥം, പൊട്ടോമസ് എന്ന് വെച്ചാൽ റിവർ എന്നാണ് അർത്ഥം. യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയ്ക്കുള്ള, അതാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചരിത്രമൊക്കെ പഠിക്കാൻ പറ്റും. മീസോപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ മീസോസ് എന്ന് വെച്ചാൽ നടുവിൽ നിന്നാണ് അർത്ഥം, പൊട്ടോമസ് എന്ന് പറഞ്ഞാൽ നദികൾ എന്നാണ് അർത്ഥം. യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയ്ക്കുള്ള ഇടത്തെയാണ്, ഇന്നത്തെ ഇറാഖിനെയാണ് നമ്മൾ ഈ മെസോപ്പൊട്ടോമിയ എന്നൊക്കെ പറഞ്ഞത്. യൂഫ്രട്ടീസിനും ടൈഗ്രീസിനും ഇടയ്ക്കുള്ളതാണ്. നമ്മുടെ പുഴയുടെ ചരിത്രം എനിക്ക് ഭയങ്കര രസകരമായിട്ട് ഞാൻ എപ്പോഴും വായിക്കുന്നത് പുഴകളുടെ ചരിത്രമാണ്. പെരിയാറിന്റെ ഒക്കെ ചരിത്രം നല്ല രസമാണ്. പെരിയാറിലെ എന്ന പേര് ശരിക്കും ഈ നദികളുടെ, കേരളത്തിലെ നദികളുടെ പേര് വേറെയും പേരുകളുണ്ട് കേട്ടോ. ചൂർണിയാർന്ന് കേട്ടിട്ടുണ്ടോ? ചൂർണി എന്ന് വെച്ചാൽ ചൗർണം എന്ന് വെച്ചാൽ മുത്തെന്നാണ് അർത്ഥം. ചൗർണം ധാരാളമുള്ള പുഴയാണ് പെരിയാറ്. പണ്ട് കാലത്ത് ഞങ്ങൾ ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ സുന്ദരിയരാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ പെരിയാറിലേക്ക് എടുത്തു ചാടും. അതിനകത്ത് ധാരാളം മുത്തുണ്ടാക്കുന്ന കക്കകളുണ്ട്. ആ കക്കകൾ വാരി എടുത്ത് മുത്ത് പുറത്ത് ഭാര്യയുടെ കഴുത്തിലിടും. മനസ്സിലായ? ആ ഓർമ്മയിലാണ് ഇപ്പോഴും ഞങ്ങൾ ഭാര്യമാരെ മുത്തേ എന്നൊക്കെ വിളിക്കുന്നത്. ആ ഓർമ്മയിലാണ്. സത്യമായിട്ടും സ്വർണ്ണമൊക്കെ കൊണ്ടത് ഗ്രീക്കാർ വന്നപ്പോ പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞാൽ ഭീമ ജ്വല്ലേഴ്സ് ഒക്കെ വരുന്നത്, കല്യാൺ ജ്വല്ലേഴ്സ് ഒക്കെ പിന്നെ വരുന്നത്. എന്റെ പുഴയുടെ പേര്, എന്റെ വീടിന്റെ അടുത്ത്, എന്റെ ജില്ലയിൽ കൂടെ 4 പുഴകൾ ഒഴുകുന്നുണ്ട്. കരുവന്നൂർ, കേച്ചേരി, പുഴയ്ക്കൽ, ചാലക്കുടി. പാലങ്ങളിൽ നല്ലൊരു പാലം ചാലക്കുടി പാലം എന്നൊക്കെ പറഞ്ഞ് കലാഭവൻ മണി പാടുന്നില്ലേ? അത് ചാലക്കുടി പുഴയിലാണ്. എന്റെ വീടിന്റെ അടുത്ത് കൂടെ പോകുന്നത്. ചാലക്കുടി പുഴയുടെ പേര് പൊരുന്നൈന എന്നാണ്. പെരിയാറിന്റെ പേര് പെരുന്നൈന എന്നാണ്. സംഘകാല കൃതികളിൽ അങ്ങനെ ഒരു പേര് കൂടിയുണ്ട്. ശരി. ഭാരതപ്പുഴയുടെ പേര് ശരിക്കും പറഞ്ഞാൽ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു 5 സ്ഥലത്ത് മാത്രമേ ഭാരതപ്പുഴ എന്നുള്ള പേരുള്ളൂ. തൃത്താല, തിരുനാവായ, തിരുവറ്റത്തിക്കോട്, തിരൂര്, തിരുവഞ്ചിക്കോട്. ഈ 5 സ്ഥലത്ത് കൂടെ ഒഴുകുന്ന ഏത് പുഴയും ഭാരതപ്പുഴ എന്ന് വിളിക്കുക. സർവേ ഓഫ് ഇന്ത്യയുടെ ഷീറ്റിൽ അവളുടെ പേര് പൊന്നാനി എന്നാണ്, പൊന്നാനിപ്പുഴ എന്നാണ്. സ്ത്രീകളുടെ പേരുകളായിരിക്കും പുഴകൾക്ക്, അറിയാലോ. പുഴകൾക്ക് മാത്രമല്ല, കൊടുങ്കാറ്റുകൾക്കും സ്ത്രീകളുടെ പേരായിരിക്കും. ഞങ്ങൾ ആണുങ്ങളൊക്കെ കൂടി സമരം ചെയ്തൊരിക്കും, ഞങ്ങളുടെ പേരും പുഴകൾക്ക് ഇടണം. ഞങ്ങളുടെ ഒരു സ്ഥലത്തും ജോസ് പുഴ, വേലായുധ പുഴ ഇല്ലല്ലോ, ഒക്കെ സ്ത്രീകളുടെ പേരായിരിക്കും. അവിടെ ഒരിക്കൽ ഞങ്ങൾ ബഹളമുണ്ട്, കാറ്റുകളുടെ പേര് ഇനി ഞങ്ങൾക്ക് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. അതിന്റെ പേര് ജോസ്. ജോസിന് പേരിട്ടതും അത് മൂന്ന് പറഞ്ഞിട്ടാണ് പോയി. കത്രീന വന്നിട്ട് തകർന്നു. അപ്പൊ ആ പേര് അത് മനസ്സിലായി. അതാണ് ഒരു സ്ഥലത്ത് ഒരു പുഴയുടെ പേര് മാത്രം ബ്രഹ്മപുത്ര എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീലിംഗ പദമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം നരകത്തെ ത്രാണനം ചെയ്യുന്നതാണ്. പുത്തനാമിന് ഇരുപുത്ര നരകത്രായതെന്നാണ്. അവിടെ പുത്രൻ എന്ന് വെച്ചാൽ ആൺകുട്ടി എന്നല്ല അർത്ഥം. ഒരാൺകുട്ടികളും അതിനെ കുറിച്ച് അഹങ്കരിക്കേണ്ട കാര്യമില്ല. നരകത്തെ ത്രാണനം, പുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടികൾ എന്നാണ്, ഓഫ്സ്പ്രിങ് എന്നാണ് അർത്ഥം. മനസ്സിലായി? ഓക്കെ. അപ്പൊ പുഴകളെ കുറിച്ചുള്ള പഠനം, പുഴകളുടെ ആവാസ വ്യവസ്ഥകൾ പലതരത്തിലുള്ള ബോൾഡേഴ്സ് ഉണ്ട്, കോബിൾസ് ഉണ്ട്, ബെഡ് റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാവൽ ഉണ്ട്. ഈ ഗ്രാവൽ എന്ന് പറയുന്ന ആവാസ വ്യവസ്ഥ ശരിയായി ഉപയോഗപ്പെടുന്ന മത്സ്യങ്ങളാണ് ഈ ലോച്ചസ് എന്ന് പറയുന്നത്. കൊയ്ത്ത എന്നൊക്കെ പറയും, ഇവിടെ മണലൈര എന്നൊക്കെ പറയും. നിങ്ങൾ പുഴയിൽ ചെന്നിട്ട് വെറുതെ ചാടിയാൽ മതി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് അവര് ഓടിയെടുത്ത് കളിക്കുന്നുണ്ടാവും. അക്വേറിയം ട്രേഡിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മത്സ്യങ്ങളുള്ള ഇത് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് ഈ പമ്പ എന്ന് പറയുന്ന നദി. കേരളത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നദിയാണ് ഈ പമ്പ. അതുകൊണ്ടാണ് അയ്യപ്പൻ അവിടെ താമസാക്കിയത്. അല്ലെങ്കിൽ കുട്ടനാട് താമസാക്കിയതായിരുന്നു. അപ്പുറം കുട്ടനാട്ടിലേക്ക് വലിയ ദൂരമില്ലല്ലോ. പക്ഷെ പുള്ളിയുടെ അവിടെ താമസാക്കിയെന്ന് വെച്ചാൽ പമ്പ നമ്മുടെ പുണ്യനദി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കണ്ടിട്ടുള്ള ഈ തോരണമൊക്കെ ചേർന്നിട്ടുള്ള നദിയാണ്. ശരണംവിളികളിൽ പമ്പയെ കുറിച്ച് പറയുന്നത് അല്ലെ. ഹരിഹരസുതൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ, സ്വാമിയുടെ പൂങ്കാവനമേ എന്നൊക്കെ പറഞ്ഞ് ശരണം വിളിക്കും. പക്ഷെ ഇപ്പൊ ആൾക്കാരെന്താ വെച്ചാല് പമ്പയുടെ അടുത്തെത്തുമ്പോ പമ്പ വാസനേ എന്ന് പറഞ്ഞ
കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് സാധനമാണ്. ഒന്ന് പമ്പയില് ഈക്കോളെ, പാലക്കാട് കൊക്കക്കോളെ. ഈ രണ്ട് പ്രശ്നം കേരളത്തിലെ ശുദ്ധജലത്തിന്റെ പ്രശ്നങ്ങളാണ് ഞാനീ പറയുന്നത്. പുഴകൾ കൂടി സംരക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ കണ്ടത്. അക്വേറിയത്തിലിട്ട് നല്ല രസം ഉണ്ടാവും അല്ലേ? അക്വേറിയത്തിൽ ആളുകൾ ഇത് ധാരാളമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ സ്ട്രീമുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ലോച്ചസ് എന്ന് പറയുന്ന മത്സ്യമാണ് കേട്ടോ. ഇതിനെ ഭാഷയുമായി ചേർത്തിട്ട് ഇതിനെ മലപ്പുറംകാർ വിളിക്കുന്നതാണ്. മലപ്പുറത്ത് പ്രത്യേക ഭാഷയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മലപ്പുറമാണോ? അതെയാ. നിങ്ങളുടെ അവിടെ ഇതിനെന്താ വിളിക്ക? ഒമ്പുള്ളി. 9 പുള്ളി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഒമ്പുള്ളി എന്ന് വിളിക്കണേ. ഞാൻ നിലമ്പൂര് ജോലി ചെയ്തതാണ് കുറച്ചു കാലം. അവിടെ ഒരു കുളമൊക്കെ ഉണ്ടാക്കി മ്യൂസിയത്തിന്റെ അവിടെ. അത് ഈ വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾ വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വരുമല്ലോ, അവർ ഈ കുളത്തിൽ വീഴും. അപ്പൊ ഞാൻ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചു, കുളത്തിൽ കൈയും കാലും കഴുകരുത്. പിറ്റേ ദിവസം 3-4 കൂടി വീഴും. അപ്പൊ അവിടുത്തെ അറ്റൻഡറെ വിളിച്ചു, കുഞ്ഞാപ്പേനെ. കുഞ്ഞാപ്പ ഇതെന്താ എഴുതി വെച്ചിരിക്കണേ? ഇത് എന്താ ആൾക്കാർക്ക് മനസ്സിലായി? ഇതാ എന്റെ ഭാഷ, ഇത് ഇങ്ങനെ ഇത്. ആളത് മാറ്റി, കുളത്തിൽ കജ്ജും കാലും കగ్గരുത്. പിന്നെ ആരും വീണില്ല. ഇതിനെ പറയാ ബെരീലിയസ് എന്നാണ് പറയാ കേട്ടോ. ബെരീലിയസ് ബേക്കർ. ഇവിടെ ബേക്കർ ജംഗ്ഷൻ ഉണ്ടല്ലോ അല്ലെ? ഈ ബേക്കർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കുറിച്ചൊരു തിസീസ് ഉണ്ട്. ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് തോന്നുന്നു തിസീസ്. മലയരശരുടെ അപ്പസ്റ്റോൽ ഓഫ് മലയരസാസ് എന്നാണ് പറയാ. അദ്ദേഹം തൃശ്ശിനാപ്പള്ളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ പേര് ഹെൻറി ബേക്കർ സീനിയർ എന്നാണ്. അദ്ദേഹം ഇവിടെ ഒന്ന് മുണ്ടക്കൈയിൽ താമസമാക്കി. അദ്ദേഹം ഞങ്ങളുടെ നാച്ചുറൽ ഹിസ്റ്ററി, ജന്തുശാസ്ത്രത്തിന്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററിയുടെ ഒരു വലിയ സംഭാവനകൾ കേരളത്തിൽ നിന്ന് ചെയ്ത ആളാണ് ഈ ബേക്കർ എന്ന് പറയുന്നത്. ബേക്കർ ജൂനിയർ, ഹെൻറി ബേക്കർ ജൂനിയർ എന്നാണ്. ഞാൻ നേരത്തെ കാണിച്ച മിസ് കേരള എന്ന് പറയുന്ന മത്സരത്തെ അദ്ദേഹം വലയിടാൻ പോയപ്പോൾ പിടിച്ചു കിട്ടിയ പിന്നെ അദ്ദേഹം ഇവിടേക്ക് അയച്ചു കൊടുത്തു മദ്രാസിലേക്ക്. അതിനകത്ത് ഡെനിസോണി എന്ന പേരിട്ട്. ഡെനിസൺ എന്ന് പറയുന്നത് മദ്രാസ് ഗവർണർ ആയിരുന്നു. ലോർഡ് എൽജിൻ മരിച്ചപ്പോ കുറച്ചു കാലം ഗവർണർ ജനറലുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബേക്കറാണ് ഈ മത്സ്യങ്ങളെയൊക്കെ പിടിച്ച്. ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ മത്സ്യശാസ്ത്രത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച യൂറോപ്യൻ. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അപ്പൊ ഈ ബേക്കർ ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തോണ്ട് അദ്ദേഹത്തിന് ബേക്കറായി എന്നുള്ള പേരിട്ടത്. പല പേരുകളിൽ നിങ്ങൾക്ക് ബേക്കറായി, ബേക്കറി എന്നൊക്കെ കാണാം. അത് ഈ ഹെൻറി ബേക്കറാണ്. മനസ്സിലായോ? ഈ ഇവിടെ ഒരു പ്രത്യേകതരം എലിയെ കാണല്ലോ, മുള്ളെലി എന്ന് പറയുന്നത്. പ്ലാറ്റോകാന്തോമസ് ലാസിയൂറസ്, പെപ്പർ റാറ്റ് എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടോ? പ്ലാറ്റോകാന്തോമസ് ലാസിയൂറസ്. അത് അദ്ദേഹം പിടിച്ചു കൊടുത്തതാണ്. അദ്ദേഹം പിടിച്ചിട്ട് ബ്ലിത്തിനാണ് ആദ്യം അയച്ചു കൊടുത്തത്. അദ്ദേഹം അതിനെ കുറിച്ച് രസകരമായ കഥകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ 16 പേര് കള്ളു കുടിച്ച് എടുക്കുകയായിരുന്നു. ഈ പനങ്കള്ളു കുടിച്ച് ഇവര് കള്ളുമടത്തിൽ കയറിയിരിക്കും ഈ എലിയെ. അത് രസകരമായ നാച്ചുറൽ ഹിസ്റ്ററി നോട്ട്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അതൊക്കെ തപ്പിയെടുത്ത് വായിക്കണം. ഇത് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് കേട്ടോ. ആ സൈറ്റിൽ കയറി 1600-700 തൊട്ടുള്ള പുസ്തകങ്ങൾ കംപ്ലീറ്റ് ഉണ്ട്. കേരളത്തിന്റെ നാച്ചുറൽ ഹിസ്റ്ററി നിങ്ങൾക്ക് രസകരമായിട്ട് പഠിക്കാം. ബോട്ടണിയൊക്കെ ഭയങ്കര കൗതുകരമായ വിഷയമായിട്ട് മാറും കേട്ടോ. ഇത് ഫാസിയാറ്റസ് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. ഫാസിയാറ്റസ് ഇത് അക്വേറിയത്തിലൊക്കെ ഉപയോഗിക്കുന്ന മത്സ്യമാണ്. വെസ്റ്റേൺ ഗാട്ട് പെനിൻസുലർ ഇന്ത്യയിൽ കാണുന്ന, ഇന്ത്യൻ ഉപദ്വീപിൽ കാണുന്ന മത്സ്യങ്ങളിൽ പെട്ട ഒന്നാണ് കേട്ടോ. ഇതാണ് കുണ്ടിയ സോഫിയ സെഫാലസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ കേരളത്തിന്റെ എൻഡമിക് ആണെന്ന് പറഞ്ഞത്. ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചത്. അപ്പുറത്തെ കേരളത്തിലെ എൻഡമിക് ആണെന്ന് പറഞ്ഞിട്ട് ഞാനും ഒക്കെ ഭയങ്കരമായി തൊട്ട് കളിക്കരുത്, അടിച്ചു കൊല്ലും, കേരളത്തിന്റെ എൻഡമിക് ആണെന്ന് പറഞ്ഞിട്ട്. ഇനിയാണ് ഞാൻ ഇൻവേഷന്റെ കഥ കൂടി പറഞ്ഞു നിർത്താട്ടാ. ഇതെന്താ വെച്ചാൽ ഈ മരത്തെ കുറിച്ച് പൊട്ടക്കാർക്ക് മിക്കവർക്കാർ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇൻവേഷന്റെ കഥ ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ശരിക്കും ബൈബിളിലൊക്കെ രചിച്ച കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഇൻവേഷന്റെ കഥ ആരംഭിക്കുന്നുണ്ട്. നിങ്ങള് ബൈബിളില് ഇൻവേഷന്റെ നാച്ചുറൽ ഹിസ്റ്ററിയുടെ ആരംഭം ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ക്രിസ്ത്യാനികൾ ഈ ഓണക്കാലത്തല്ല, ക്രിസ്മസ് കാലത്ത് അവർ കരോൾ പാട്ടുകളൊക്കെ പാടും. ആ പാട്ട് പാടുന്ന കൂട്ടത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും പറയുന്നുണ്ട് സ്വർണം, മീറ, കുന്തുരുക. ജനിച്ച യേശുവിനെ കാണാനായിട്ട് കൊണ്ടുവന്ന 3 സാധനങ്ങളാണ്, ഗിഫ്റ്റുകളാണ്. അവർ രാജാക്കന്മാരൊന്നുമല്ല, അവര് ജ്ഞാനികൾ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അവർ കൊണ്ടുവന്ന 3 ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്വർണ്ണമാണ്, ഒന്ന് കുന്തുരുക്കമാണ്, ഒന്ന് മീറയാണ്. എനിക്ക് സ്വർണം മനസ്സിലായി, കുന്തുരുക്കവും മനസ്സിലായി. എന്താണ് മീറ? ഞാനും ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ കരോൾ പാട്ടുകളൊക്കെ പാടുക. പൊന്നുമീറ കുന്തുരുക്കം കാഴ്ച വെച്ചാമോദരായി കൺകൂളിരെ അവർ കണ്ടു മടങ്ങിയല്ലോ. ഇപ്പൊ അതില്ല, അങ്ങനത്തെ പാട്ടുകളില്ല. ഇപ്പൊ തക്കട തരികട യേശു, തക്കട യേശു, തരികട യേശു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ കരോൾ ഗാനങ്ങള്. അതിനകത്ത് കഥയില്ലാണ്ടായി. നോക്കൂ, എന്താണ് ഈ മീറ? മീറ എന്ന് പറയുന്നത് ഒരു തരം പശയാണ്. കോമിഫോറ മീറ എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. നമ്മുടെ ഇവിടെ കോമിഫോറ ഗുമ്മിക്കുട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഇല്ലേ സാറേ? അത് പുലുകുലു തിക്തം എന്ന് പറഞ്ഞിട്ട് ഒരു കഷായത്തിലെ ഇൻഗ്രീഡിയന്റുമാണ് കോമിഫോറ ഗുമ്മിക്കുട്ട. ഈ കോമിഫോറ മീറ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യയിൽ മുഴുവൻ കാണുന്ന സ്ഥലമാണ്, പ്ലാന്റ് ആണ്.
അതിന്റെ പശയാണ് ഇവർ ഈ മീറ എന്ന് പറയുന്നത്. ആക്ച്വലി മീറ എന്ന വാക്ക് മേരി, മറിയം, മീറ എല്ലാം ഒറ്റ വാക്കാണ്, ഒറ്റ എറ്റിമോളജിയാണ് കേട്ടോ. പദോൽപത്തിയുടെ കാരണം നിരുക്തം എന്നാണ്. മേരി എന്ന വാക്കിന്റെ അർത്ഥം, മറിയം എന്ന വാക്കിന്റെ അർത്ഥം, മീറ എന്ന വാക്കിന്റെ അർത്ഥം സ്വർഗത്തിൽ നിന്നുള്ള സഫലയായ സ്ത്രീ എന്നാണ്. അതാണ് മറിയം എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ട്. അത് അറിഞ്ഞിട്ടൊന്നുമല്ല, വെച്ച് കാച്ചാണ്. സ്വർഗത്തിൽ നിന്നുള്ള സഫലയായ സ്ത്രീ എന്നാണ് ഈ മേരി, മറിയം എന്ന വാക്കിന്റെ അർത്ഥം. മീറ എന്ന് പറയുന്നത് അതിന്റെ പശയാണ്. അക്കാലത്ത് ഷെക്കലാണ്. ഷെക്കൽ എന്ന് പറഞ്ഞാൽ 14.5 ഗ്രാമാണ് ഒരു ഷെക്കൽ. ഒരു ഷെക്കല് നിങ്ങൾക്ക് മീറ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു അക്കാലത്ത് വെസ്റ്റ് ഏഷ്യയിൽ ഉണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തിലെ പട്ടാളക്കാർ. എന്തുകൊണ്ടാണ് യേശുവിനെ ഒറ്റ കൊടുക്കേണ്ടി വന്നത്? ഇതിന്റെ ഇൻവേഷൻ അല്ല കേട്ടോ. എന്തുകൊണ്ടാണ് യേശുവിനെ ഒറ്റ കൊടുക്കേണ്ടി വന്നത്? നമ്മളിപ്പോ ഇവിടുത്തെ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഒറ്റ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആളെല്ലാവർക്കും അറിയുന്ന ആളല്ലേ. പിന്നെ എന്തിനാ യേശുവിനെ എന്താ ഒറ്റ കൊടുക്കേണ്ടി വന്നത്? അപ്പൊ ഭൂമിശാസ്ത്രം നമ്മൾ പഠിക്കണം. അതാണ് ഈ വെസ്റ്റ് ഏഷ്യ എന്നൊക്കെ പറയുന്നത്. ഈ വെസ്റ്റ് ഏഷ്യ വരെയുള്ള രാജ്യങ്ങളൊക്കെ ഭരിച്ചിരുന്ന റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. റോമൻ പട്ടാളക്കാർക്ക് യേശുവിനെ അറിയില്ലല്ലോ, ആള് മാറിയല്ലോ, ഇവരൊക്കെ തടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ കൊടുക്കേണ്ടി വന്നത്. യേശുവിനെ അറിയാൻ പറ്റില്ലല്ലോ, റോമൻ പടയാളികൾക്ക് അറിയാൻ പറ്റില്ലല്ലോ, എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാന്നുണ്ടെങ്കിലും. അപ്പൊ അതുകൊണ്ടാണ് ഒറ്റ കൊടുക്കേണ്ട സാഹചര്യം വന്നത്. പിന്നെ യൂദാസിനെ ഒന്ന് പറ്റിക്കാതെ. അപ്പൊ ഈ മീറ എന്ന് പറയുന്നത് അതിന്റെ പശയാണ്. യേശുവിന്റെ ജീവിതം ആരംഭിക്കുന്നതും ഈ പശയിലാണ്, അവസാനിക്കുന്നതും പശയിലാണ്.